നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. രാജ്യത്തിന് മാതൃകയാവുന്ന ദുരന്ത നിവാരണ സംവിധാനം കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി. പ്രളയക്കെടുതിയിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 8 ലക്ഷം നൽകും. നഷ്ടം നേരിട്ട വ്യാപാരികൾക്കും സഹായധനം പ്രഖ്യാപിച്ചു. കോഴഞ്ചേരിയിലെ യോഗത്തിൽ MLA-മാരെ ക്ഷണിക്കാത്തതിൽ വിവാദം. നടന്നത് ഉദ്യോഗസ്ഥരുടെ യോഗമെന്ന് മുഖ്യമന്ത്രി. പ്രളയ ദുരിതമൊഴിയാതെ അപ്പർ കുട്ടനാട്. ആറന്മുളയിലും ചെങ്ങന്നൂരിലും ജലനിരപ്പ് ഉയർന്നു തന്നെ. കോട്ടയത്തെ പടിഞ്ഞാറൻ പ്രദേശങ്ങളും വെള്ളത്തിനടിയിൽ. മലപ്പുറം പാണക്കാട് റോഡിലെ കിടിഞ്ഞ മണ്ണ് നീക്കി. സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഹെലികോപ്റ്റർ യാത്രാ വിവാദത്തിൽ മലക്കം മറിഞ്ഞ മുഖ്യമന്ത്രി. നിക്ഷേപകരെ കാണാനാണ് അടിയന്തര യാത്ര വേണ്ടിവന്നതെന്ന മറുപടിയിൽ തിരുത്ത്. കൊച്ചിയിൽ പോയതുകൊണ്ടാണ് നിക്ഷേപകരെ കണ്ടതെന്ന് പുതിയ വിശദീകരണം. അല്ല, രഹസ്യമായി ചിലരെ കാണേണ്ടി വരും, അല്ലാതെയും കാണേണ്ടി വരും. ചിലപ്പോൾ മുഖ്യമന്ത്രിയെ ഇവിടെ വന്ന് കാണും. ഞാൻ അന്ന് വൈകുന്നേരം എറണാകുളത്തുള്ളതുകൊണ്ട് എറണാകുളത്ത് കാണാമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അവസ്ഥ. നിങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന ഗൗരവതരമായ പ്രശ്നങ്ങളുള്ളപ്പോൾ ഇതുപോലത്തെ കുറെ കാര്യങ്ങൾ വിവാദമാക്കാൻ താല്പര്യം. പുനർജനി പദ്ധതിയിൽ പിണറായി സർക്കാർ തനിക്ക് ക്ലീൻ ചിറ്റ് നൽകിയെന്ന് സതീശൻ. പുനർജനി വിവാദത്തിൽ സതീശനെതിരെ പരവൂരിൽ സമരം ആരംഭിച്ച CPM. മുല്ലപ്പെരിയാർ ജലനിരപ്പ് ഉയർത്തുമെന്ന് തമിഴ്നാട് സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനം. സ്ത്രീകൾക്ക് വൻ ആനുകൂല്യങ്ങൾ. നവവധുവിന് 8 ഗ്രാം സ്വർണവും സിൽക്ക് സാരിയും സമ്മാനം നൽകും. വിജയ് സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ വമ്പൻ ജനകീയ പ്രഖ്യാപനങ്ങൾ. രക്ഷാപ്രവർത്തനത്തിനിടെ മുങ്ങിമരിച്ച രാജേഷിന് വിട നൽകാൻ ജന്മനാട്. സംസ്ഥാന ബഹുമതിയോടെ സംസ്കാരം നടക്കും. രാജേഷ് കേരളത്തിന്റെ അഭിമാനമെന്ന് മുഖ്യമന്ത്രി. അങ്ങനെ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഔപചാരികമായിട്ട് പറയുന്നു, ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അധിക്ഷേപ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച CP ജോൺ. സ്ത്രീകളെക്കുറിച്ചുള്ള പരാമർശം പാടില്ലായിരുന്നു. സംസാരിച്ചപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണമായിരുന്നു. സൗജന്യ യാത്ര ഔദാര്യമല്ല, അവകാശമെന്നും ഗതാഗത മന്ത്രി. മന്ത്രിയുടെ വിശദീകരണത്തോടെ വിവാദം അവസാനിച്ചെന്ന് മുഖ്യമന്ത്രി. മോസ്കുകളിലെ കോളാമ്പി സ്പീക്കറുകൾ നീക്കം ചെയ്ത് ബംഗാൾ. നടപടി ഉത്തർപ്രദേശിന് പിന്നാലെ. ബാങ്ക് വിളിക്കാൻ ഉപയോഗിച്ചിരുന്ന സ്പീക്കറുകൾ നീക്കിയത് മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നിർദ്ദേശപ്രകാരം. ഉത്തരവിന് ആധാരം ആരാധനാലയങ്ങളിൽ മൈക്ക് ഉപയോഗിച്ച് അമിത ശബ്ദമുണ്ടാക്കരുതെന്ന സുപ്രീം കോടതി ഉത്തരവ്. രാഷ്ട്രീയ നീക്കങ്ങളിൽ മനസ്സ് തുറക്കാൻ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് മാധ്യമങ്ങളെ കാണും. ബംഗ്ലാദേശിലേക്കുള്ള മടക്കത്തിൽ പ്രഖ്യാപനമുണ്ടായേക്കും. ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്ന ആവശ്യം ഇന്ത്യയോട് ആവർത്തിച്ച് ബംഗ്ലാദേശ്. UPI പേയ്മെന്റുകൾക്ക് ഫീസ് വരുന്നു. ഗൂഗിൾ പേ ഉൾപ്പെടെ പണമിടപാടുകൾക്ക് ചെലവ് വരും. മാറ്റം പാർലമെന്റിൽ അവതരിപ്പിച്ച ക്രയവിക്രയ നിയമങ്ങളിലെ ഭേദഗതിയെ തുടർന്ന്. ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ പാർലമെന്റിൽ കടുത്ത നീക്കവുമായി പ്രതിപക്ഷം. CJP പ്രവർത്തകർക്കെതിരായ പോലീസ് നടപടിയിൽ വിശദീകരണം നൽകണമെന്ന ആവശ്യം. അയോധ്യ വിഷയവും ചർച്ചയാക്കും. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധം. വാർത്തയിലേക്ക് വിശദമായി. ജലമുറിവായി രാജേഷ്. കണ്ണൂരിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും.
11 മണിയോടെയാണ് മൃതദേഹം തിരുവനന്തപുരം കല്ലിയൂരിലെ വീട്ടിലെത്തിച്ചത്. രാജേഷിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ വേദനയിലാണ് നാടൊന്നാകെ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുഃഖം രേഖപ്പെടുത്തി കല്ലിയൂരിലെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടെയാകും രാജേഷിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. രാജേഷിന്റെ പൂർത്തിയാകാത്ത വീട് സർക്കാർ നിർമ്മിച്ചു നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കണ്ണൂര് ചെറുപുഴയിൽ പ്രളയജലത്തിൽ ഒറ്റപ്പെട്ടുപോയ ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ജീവൻ പൊലിഞ്ഞ തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശിയും ദുരന്ത രക്ഷാപ്രവർത്തന പരിശീലകനുമായ ആർ രാജേഷിൻ്റെ വിയോഗം വലിയ വേദനാജനകമാണ്. മുൻപും പ്രളയകാലത്ത് ഇദ്ദേഹം ഈ ദുരന്തമുഖങ്ങളിലെല്ലാം രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാൾക്ക് സ്വന്തം ജീവൻ തണവൽഗണിച്ചാണ് അദ്ദേഹം മറ്റൊരാൾക്ക് ജീവൻ്റെ വെളിച്ചം നൽകിയത്. രാജേഷിൻ്റെ കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. അദ്ദേഹത്തിന് സംസ്ഥാനത്തിൻ്റെ ബഹുമതി സ്റ്റേറ്റ് ഓണർ അദ്ദേഹത്തിന് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പൂർത്തിയാകാത്ത വീട് പൂർത്തിയാക്കി കൊടുക്കാനും ഉള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. വീട്ടിൽ നേരത്തെ മുഖ്യമന്ത്രി വീട്ടിലെത്തി ബന്ധുക്കളെ കണ്ട് മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ വീട്ടിൽ നിന്നും ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഡാൻ, ഒരു നാടൊന്നാകെ രാജേഷിന് വിട നൽകുകയാണ്. വളരെ ദുഃഖകരമായ വളരെ വൈകാരികമായ രംഗങ്ങളാണ് നമ്മൾ അവിടെ നിന്ന് കാണുന്നത്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ. സർക്കാർ ധനസഹായം ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ആ വ്യക്തിയുടെ നഷ്ടത്തിന് പകരമാകില്ല. എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യങ്ങൾ? എപ്പോഴാണ് സംസ്കാരം നടക്കുക? കല്ലിയൂരിലെ പഞ്ചായത്ത് ആരോഗ്യ കേന്ദ്രത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന പന്തലിലാണ് രാവിലെ 11:30 രാജേഷിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള പേടകം എത്തിച്ചത്. അതിനുശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാരായ സണ്ണി ജോസഫ്, PC വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള സർക്കാർ പ്രതിനിധികൾ, അതോടൊപ്പം EP ജയരാജൻ ഉൾപ്പെടെയുള്ള ഇടത് നേതാക്കൾ ഒക്കെ ഇവിടെ എത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. മുഖ്യമന്ത്രി ഈ വീട്ടിൽ ഈ മൃതദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ച ശേഷം ഈ രാജേഷിൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ വൈകാരികമായ രംഗങ്ങളാണ് ഉണ്ടായത്. ഭാര്യയും മക്കളും അലമുറയിട്ട് കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവിടേക്ക് എത്തിയപ്പോൾ അവരുടെ ദുഃഖം അദ്ദേഹത്തെ അറിയിച്ചത്. അച്ഛ അച്ഛ എന്ന് വിളിച്ചുകൊണ്ടുള്ള ആ 2 മക്കളുടെയും, അഭിഷേകിൻ്റെയും അർഷാൻ്റെയും നൊമ്പരമുളവാക്കുന്ന കരച്ചിൽ ഇവിടെ കൂടി നിന്ന ഓരോ മനുഷ്യരുടെയും കണ്ണിൽ നിന്ന് കണ്ണീർ പൊഴിക്കുന്ന ഏറ്റവും വേദനാനിർഭരമായ കാഴ്ചയാണ് ഇവിടെ ഉണ്ടായത്. 1:30 സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. ഇവിടെ നിന്ന് ഈ പഞ്ചായത്ത് ആരോഗ്യ കേന്ദ്രത്തിന് സമീപത്തെ പന്തലിൽ നിന്ന് മൃതദേഹം അപ്പോഴായിരിക്കും വീട്ടുവളപ്പിലേക്ക് എടുക്കുക. നമുക്കറിയാം 4 ദിവസത്തിന് ശേഷമാണ് മൃതദേഹം ലഭിച്ചത്. അതുകൊണ്ട് അധിക സമയം പുറത്ത് വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല. അങ്ങനെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വൈകാതെ തന്നെ ഈ ചടങ്ങുകളിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നതും. ഇപ്പോഴും നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മൃതദേഹം എത്തിച്ച സമയത്ത് കല്ലിയൂർ എന്ന ഗ്രാമം മുഴുവൻ ഈ പഞ്ചായത്ത് ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിനരികിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു നാട് മുഴുവൻ ഒന്നിച്ച് മറ്റൊരു ജീവൻ രക്ഷപ്പെടുത്തുന്നതിനിടെ ജീവൻ നഷ്ടമായ രാജേഷിനെ ആദരാഞ്ജലി അർപ്പിക്കാനായി ഇവിടേക്ക് എത്തുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖം, അതോടൊപ്പം അവരുടെ പണിതീരാത്ത വീടിൻ്റെ നിർമ്മാണം അതടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൃത്യമായി അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ അവർ ചെയ്യുകയും ചെയ്യും. അത്തരത്തിൽ ഉറപ്പ് നൽകിയ ശേഷമാണ് അവർ മടങ്ങിപ്പോയിരിക്കുന്നത്. എന്തായാലും 1:30 സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. 1:30 സംസ്കാര ചടങ്ങുകൾ നടക്കുക. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങ് നടക്കുക. മുഖ്യമന്ത്രി ഇന്ന് വാർത്താസമ്മേളനം ആരംഭിച്ചത് തന്നെ ഈ രാജേഷിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഒപ്പം ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഒരു വീടിൻ്റെ നിർമ്മാണം അവിടെ നടക്കുന്നുണ്ട്. ആ വീട് പൂർത്തീകരിച്ച് കാണാൻ പോലും ഉള്ള അവസരം രാജേഷിന് ലഭിച്ചില്ല. മറ്റൊരു ജീവൻ രക്ഷിച്ചുകൊണ്ടാണ് രാജേഷ് മറയുന്നത്. പല ദുരന്തമുഖത്തും രാജേഷിൻ്റെ സാന്നിധ്യം പല ജീവനുകളും രക്ഷിച്ചിട്ടുണ്ട്. ഒപ്പം അതിനുള്ള ഈ ദുരന്ത നിവാരണ മേഖലയിൽ എങ്ങനെ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ രക്ഷാകരങ്ങളാകണം എന്നത് സംബന്ധിച്ചുള്ള പരിശീലനത്തിനായി എത്തിയതായിരുന്നു രാജേഷ്. അവിടെയാണ് ആ മണ്ണിൽ തന്നെയാണ് രാജേഷിന്
അന്ത്യയാത്രയും സംഭവിച്ചത്. ഒരു ജീവൻ രക്ഷപ്പെടുത്തിക്കൊണ്ട് രാജേഷ് മടങ്ങുകയാണ്. വീട്ടിൽ നിന്ന് 2 ആൺമക്കളാണ് രാജേഷിനുള്ളത്. അതിവൈകാരികമായ രംഗങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. എപ്പോഴും രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നതായിരുന്നു രാജേഷിൻ്റെ ആഗ്രഹവും താല്പര്യവും എന്ന് സുഹൃത്തുക്കൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ജീവൻ രക്ഷിച്ച് രാജ്യത്തിനാകെ മാതൃകയായി, എല്ലാവർക്കും മാതൃകയായി, എല്ലാവരുടെയും സ്നേഹവും വാങ്ങിയാണ് രാജേഷ് ഇപ്പോൾ വിടവാങ്ങുന്നത്. കാട്ടിലെവിടെയെങ്കിലും മകൻ പിടിച്ചു കിടപ്പുണ്ടാകുമെന്നാണ് കരുതിയിരുന്നതെന്ന് രാജേഷിന്റെ അച്ഛൻ രാജശേഖരൻ ന്യൂസ് 18നോട് പറഞ്ഞു. നേരത്തെയും ഇത്തരം അപകടങ്ങളിൽ പെട്ടപ്പോൾ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഇളയ മകനെയും 2 വർഷം മുൻപ് നഷ്ടമായി. ഒരാളുടെ ജീവൻ രക്ഷിച്ചുകൊണ്ടാണല്ലോ മകൻ പോയത് എന്നത് മാത്രമാണ് ആശ്വാസമെന്നും രാജശേഖരൻ പറഞ്ഞു. കണ്ണൂർ ചെറുപുഴയിലെ മീൻതുള്ളിത്തുരുത്തിൽ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുന്നതിനിടെ അവിചാരിതമായി ജീവൻ നഷ്ടപ്പെട്ട രാജേഷിന് യാത്രാമൊഴിയേകാനൊരുങ്ങുകയാണ് സ്വന്തം നാടായ കല്ലിയൂർ. വൈകാരികമായ നിമിഷങ്ങൾക്കാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കല്ലിയൂരിലെ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആളുകൾക്ക് കാണാൻ കഴിഞ്ഞത്. ഇവിടുത്തെ സർക്കാർ ആശുപത്രിക്ക് മുമ്പിലാണ് നൂറുകണക്കിന് ആളുകളുടെ അകമ്പടിയോടെ മൃതദേഹം രാവിലെ 11:30 എത്തിച്ചത്. മക്കളായ ആർഷനും അതോടൊപ്പം അഭിഷേകും അച്ഛ അച്ഛ എന്ന് കരഞ്ഞുകൊണ്ട് വിളിച്ച് ആ മൃതദേഹത്തിന് അരികിലേക്ക് ആ ശവമഞ്ചത്തെ തൊട്ടുകൊണ്ട് കരഞ്ഞ് അലറി നിലവിളിക്കുന്നത് കണ്ണ് നനയാതെ ഒരാൾക്കും കണ്ടു നിൽക്കാൻ കഴിയില്ല. ഇന്നിപ്പോൾ എന്നോടൊപ്പം രാജേഷിൻ്റെ പിതാവ് രാജശേഖരൻ ചേരുന്നു. ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ചോദിക്കുന്നതെന്നറിയില്ല. പക്ഷേ രാജേഷ് ഈ നാടിന് മുഴുവൻ മാതൃകയായി ഒരു ത്യാഗമാണ്. സ്വന്തം ജീവൻ ത്യാഗം ചെയ്തുകൊണ്ടാണ് മറ്റൊരാളുടെ ജീവൻ രക്ഷിച്ചെടുത്തത്. അച്ഛൻ എങ്ങനെയാണ് ഈ മകനെ ഓർത്തെടുക്കുന്നത്? ഇതൊരു ഓർക്കമൊന്നുമില്ല, പെയില്ല. ഒരാളുടെയൊക്കെ ജീവൻ രക്ഷിച്ചുകൊണ്ട് അവൻ അവമാനത്തോടെ ഭരിച്ചെന്ന് പറയാം. 3 മക്കളായിരുന്നല്ലേ? ഇദ്ദേഹത്തെ കൂടാതെ മറ്റൊരാളും മരണപ്പെട്ടിട്ടുണ്ടല്ലോ. 2ാമത്തെ മോൻ മരിച്ച്, മൂത്തവനും പോയി. ഇനി ഒരു മോളുണ്ട്, 2 മക്കളെ ഉക്കുണ്ട്. അവന് 2 മക്കൾ. 2ാമത്തവൻ വിവാഹം കഴിച്ചിട്ടില്ല. അത് എത്ര നാളായി? 2 വർഷമാകുമ്പോൾ. അദ്ദേഹം ട്രെയിൻ അപകടമായിരുന്നു. അച്ഛൻ ഇവിടെ തന്നെ താമസിക്കും? അതെല്ലാവരും എൻ്റെ ഇവിടെ തന്നെ. മോള് മാത്രം മാറ്റി. ദുഃഖം താങ്ങാൻ പറ്റുന്നതല്ല, പക്ഷെ ഞങ്ങളെല്ലാവരും ഒപ്പമുണ്ട്. ആ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകളിൽ കൃത്യമായി കാട്ടിൻ്റെ അകത്ത് എവിടെയെങ്കിലും കാണും, ജീവനോടെ കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾക്ക് അവിടെ നിന്നത്. നല്ല പ്രതീക്ഷ. പുഴയെല്ലാം അവൻ നീന്തി കയറും, എന്തും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവൻ എന്തോ കുരുക്കിലൂടെ പെട്ട് ഇരിപ്പുണ്ട് എന്നാണ് പ്രതീക്ഷിച്ചത്. ഇതിനു മുമ്പ് ഇങ്ങനത്തെ അപകട സാഹചര്യങ്ങളിൽ പെട്ടിട്ടുണ്ട്. കളക്ടർ അവനെ സല്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഒരു പ്രാതം എടുക്കാൻ, കൊച്ചിൻ്റെ പ്രാതം ഇട്ടെടുക്കാൻ പോകുമ്പോൾ ആരും പോകാതെ പോയി എടുത്തുകൊണ്ട്. എന്തായാലും ഇങ്ങനൊരു മകൻ്റെ അച്ഛനായതിൽ അച്ഛനെ അഭിമാനിക്കുക. വേദനയുള്ള സമയവും മറ്റൊരാളുടെ ജീവൻ രക്ഷിച്ചുകൊണ്ടാണ് രാജേഷില്ലാത്തത്. ഞങ്ങളെല്ലാവരും ആ ദുഃഖത്തിൽ പങ്കുചേരും. ഞാൻ വേറൊന്നും ചോദിക്കുന്നില്ല. അച്ഛനോട് കണ്ടമിടറിക്കൊണ്ട് അദ്ദേഹം തൻ്റെ മകനെ ഓർത്തെടുക്കുകയാണ്. 3 മക്കളിൽ 2 പേരും ഓർമ്മയായിരിക്കുന്നു. ഇനിയൊരു മകൾ മാത്രമാണ് ബാക്കി. ഈ കുടുംബത്തെ ചേർത്ത് നിർത്തേണ്ടത് ഓരോ മലയാളികളുടെയും അനിവാര്യതയായി മാറിയിരിക്കുകയാണ്. കാരണം അത് നമ്മുടെ കൂടി ദൗത്യമാണ്. നമ്മളിൽ ഒരാളെ രക്ഷിപ്പിച്ചെടുക്കുന്നതിനുള്ള ആ തീവ്ര ശ്രമത്തിനിടയിലാണ് സ്വന്തം ജീവൻ രാജേഷിന് നഷ്ടമായത്. സ്വാർത്ഥത നമ്മുടെ നാടിനെ മുഴുവൻ കീഴടക്കുന്നതിനിടയിലാണ് സ്വന്തം ജീവൻ മറ്റൊരാൾക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ മുഴുവൻ, ലോകത്തിന് മുഴുവൻ രാജേഷ് എന്ന ഈ കല്ലിയൂർ സ്വദേശി മാതൃകയായി മാറിയിരിക്കുന്നു. ക്യാമറമാൻ അരുൺ എംഎസിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കുടുംബം തീരാവേദനയിലാണ്. ഒരു മകനെ നഷ്ടപ്പെട്ടിട്ട് 2 വർഷമേ ആകുന്നുള്ളൂ. അതിന് പിന്നാലെയാണ് രാജേഷിനെയും നഷ്ടമാകുന്നത്. മറ്റൊരു ജീവൻ രക്ഷിച്ചുകൊണ്ടാണല്ലോ മകൻ പോകുന്നത് എന്നത് മാത്രമാണ് ആശ്വാസമെന്നതാണ് ആ അച്ഛൻ പറയുന്നത്. അതുതന്നെയാണ് ആ കുടുംബത്തിന് ഇപ്പോൾ രാജേഷിനെ ഓർത്ത്, കുടുംബത്തിന് മാത്രമല്ല നാടിനാകെയും രാജേഷിനെ ഓർത്ത് അഭിമാനിക്കാനുള്ളത്. സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ചെറുപുഴയിൽ മറ്റൊരു ബെന്നി എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവൻ രാജേഷ് ഉൾപ്പെട്ട സംഘം രക്ഷിച്ചത്. സ്വന്തം ജാക്കറ്റ് ഊരി അദ്ദേഹത്തിന് നൽകി അദ്ദേഹത്തെ കരയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അതിൽ ആ വടത്തിൽ ഏറ്റവും പുറകിലായിട്ടായിരുന്നു രാജേഷ് ഉണ്ടായിരുന്നത്. പിന്നീട് ഒഴുക്കിൽപ്പെട്ട് രാജേഷിനെ കാണാതാവുകയായിരുന്നു. മകൻ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടാകുമെന്നൊരു പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന കുടുംബത്തിന് മുന്നിലേക്കാണ് രാജേഷിൻ്റെ വിയോഗ വാർത്ത എത്തിയത്. ആ നാടൊന്നാകെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ആ നാട് മാത്രമല്ല, കേരളം ഒന്നാകെ രാജ്യത്തിന് തന്നെ മാതൃകയായി രാജേഷ് മടങ്ങുകയാണ്. തീരത്താൽ തീരാത്ത നഷ്ടമാണ് ആ കുടുംബത്തിനെ സംബന്ധിച്ചും നാട്ടിനെ സംബന്ധിച്ചും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ദുരന്ത മുഖങ്ങളിൽ എല്ലാവർക്കും സഹായിയായിരുന്നു. രാജേഷിൻ്റെ സംസ്കാര ചടങ്ങുകൾ 1:30 നടക്കും.
കനത്ത മഴയുടെ സാഹചര്യത്തിൽ ജാഗ്രത തുടരുകയാണ്. രാജ്യത്തിന് മാതൃകയാകുന്ന ദുരന്ത നിവാരണ സംവിധാനം സംസ്ഥാനത്ത് നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നഷ്ടം നേരിട്ട വ്യാപാരികൾക്ക് സഹായധനം പ്രഖ്യാപിച്ചു. മന്ത്രിസഭാ യോഗത്തിന് ശേഷമായാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇന്ത്യക്ക് മോഡലായ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് റെസീലിയൻസ് പ്രോഗ്രാം കേരളത്തിൽ നടപ്പാക്കും. ക്ലൈമറ്റ് പ്രഡിക്ഷന് ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ, ലോകത്തുള്ള ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കും. ക്ലൈമറ്റ് പ്രഡിക്ഷൻ അതിൻ്റെ വാർണിംഗ് സിസ്റ്റം ഇഫക്റ്റീവ് ആക്കും. പിന്നെ ഫ്ലഡ് മാപ്പിംഗ്, ഈ പറയുന്ന പ്രോൺ ആയിട്ടുള്ള ഏരിയ, അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ഫ്ലഡ് മാപ്പിംഗ് നടത്തി അത് നേരത്തെ പ്രഖ്യാപിച്ച ഫലപ്രദമായ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസീലിയൻസ് സിസ്റ്റം കൊണ്ടുവരും. സംസ്ഥാനത്ത് ദുരന്ത മുന്നറിയിപ്പുകൾ നൽകുന്നതിൽ വലിയ പാളിച്ചകളുണ്ട്, വീഴ്ചകളുണ്ടായെന്ന വിമർശനം ശക്തമാണ്. ഇപ്പോൾ ഈ പ്രളയ സമാന സാഹചര്യം ഉണ്ടായപ്പോൾ പോലും അത് തിരിച്ചറിയാൻ കഴിയാതെ പോയതാണ് അതിൻ്റെ ആഘാതം കൂട്ടിയെന്ന വിമർശനം ഉയർന്നു വന്നു. ആളുകൾ ഈ വെള്ളം കയറിയ ശേഷമാണ് പലപ്പോഴും ഇങ്ങനെ വലിയൊരു ദുരന്തം വരാൻ പോകുന്ന അറിയിപ്പ് അവർക്കുണ്ടായത്. അതുകൊണ്ട് തന്നെ അവരെ ഒഴിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ വീടുകളിലെ വിലപിടിപ്പുള്ള സാധന സാമഗ്രികൾ മാറ്റാനോ പോലും കഴിയാതെ പോയെന്ന വിമർശനം ശക്തമാണ്. ആ സാഹചര്യത്തിലാണ് സർക്കാർ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനങ്ങളിൽ പൊളിച്ചെഴുത്തിന് തയ്യാറെടുക്കുന്നത്. രാജ്യത്തിന് മാതൃകയായ സംവിധാനം കൊണ്ടുവരാനാണ് സർക്കാർ തീരുമാനമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കുകയായിരുന്നു. പ്രളയത്തിൽ വലിയ നഷ്ടമുണ്ടായ കുടുംബങ്ങൾക്ക് വീട്ടിലുള്ള ആളുകൾക്കൊക്കെ വലിയ സഹായം നൽകാൻ സർക്കാർ തീരുമാനമെടുത്തു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ സർക്കാർ സഹായം നൽകാനാണ് തീരുമാനം. വീടുകളിൽ വെള്ളം കയറിയവർക്ക്, അത് ക്യാമ്പുകളിൽ പോകുന്നവർക്കാണ് സാധാരണ സഹായം കിട്ടാറുള്ളത്. അങ്ങനെ ഒരു ആശങ്കയുണ്ട്. അതുകൊണ്ട് ക്യാമ്പുകളിൽ പോകാത്തവർക്കും വീടുകളിൽ വെള്ളം കയറിയെന്ന് വില്ലേജ് ഓഫീസ് സർട്ടിഫൈ ചെയ്താൽ അവർക്കും 10,000 രൂപ നൽകും. വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് നേരത്തെ 10 ലക്ഷമായിരുന്നു സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം. സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ അത് 12 ലക്ഷമായി ഉയർത്താൻ നേരത്തെ തീരുമാനമെടുത്തിരുന്നു. ആ തീരുമാനത്തിന് ഇന്ന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. മരണപ്പെട്ടവർക്ക് 8 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ SDRF-ൽ നിന്നും, 2 ലക്ഷം രൂപ CMDRF-ൽ നിന്നും, 2 ലക്ഷം രൂപ PMNRF-ൽ നിന്നും ഉൾപ്പെടെ 8 ലക്ഷം രൂപ മരിച്ചവർക്ക് കൊടുക്കും. വീട്ടിൽ വെള്ളം കയറിയ എല്ലാവരുടെയും വില്ലേജ് ഓഫീസറുടെ ഉദ്യോഗസ്ഥന്മാരുടെയും റിപ്പോർട്ട് അനുസരിച്ച് അവർക്ക് എല്ലാവർക്കും 10,000 രൂപ അവർക്ക് കൊടുക്കും. പിന്നെ മരിച്ചവരുടെ സംസ്കാര കർമ്മങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു 10,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ മുഴുവൻ ഡാമേജായ വീടുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത് 4 ലക്ഷം രൂപയാണ്. അത് 6 ലക്ഷം രൂപയാക്കി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തീരപ്രദേശങ്ങളിൽ കൂടുതൽ ജാഗ്രത ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവിടെ കൂടുതൽ കടൽ ഭിത്തികൾ നിർമ്മിക്കും. ജിയോ ബാഗുകളുടെ നിർമ്മാണവും കൂടുതൽ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ഇപ്പോൾ ക്യാമ്പുകളിൽ വലിയ പരാതിയില്ല, കാര്യമായ പരാതിയൊന്നുമില്ല. എല്ലാ പരാതികളും പരിഹരിച്ചു. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള അടിയന്തര നടപടികളും സർക്കാർ സ്വീകരിക്കും. MLA-മാരുടെ, കുട്ടനാട് MLA-യുടെ അടക്കം, ഭരണകക്ഷി MLA-യുടെ അടക്കം പരാതികൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അവിടെയൊന്നും അത്ര ഒരു പ്രശ്നമില്ല എന്ന മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. 6, 7 തീയതികളിൽ സംസ്ഥാനത്ത് വ്യാപകമായ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുള്ള ക്രമീകരണങ്ങൾ സർക്കാർ ഒരുക്കുമെന്നും ജനങ്ങളെ ബുദ്ധിമുട്ട് പരമാവധി കുറയ്ക്കുമെന്നുള്ള നടപടികൾ സ്വീകരിച്ചുവെന്നുമാണ് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരണം 26ആയി. 4 പേരെ കാണാനില്ല. 462 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് 5 ജില്ലകളിൽ തീവ്രമഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ഒഴിച്ചുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. അടുത്ത ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. കനത്ത കാറ്റിനും സാധ്യതയുണ്ട്. കേരള തീരത്ത് മീൻപിടുത്തത്തിന് വിലക്ക് തുടരുകയാണ്. പത്തനംതിട്ടയിൽ മഴയ്ക്ക് ശമനം വന്നെങ്കിലും ആറന്മുളയിലും തിരുവല്ലയിലും വെള്ളക്കെട്ട് തുടരുന്നു. റാന്നി, ആറന്മുള ടൗണിലും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ശശിനാരായണൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ശശിനാരായണൻ, എന്താണ് ജില്ലയിലെ ഇന്നത്തെ അവസ്ഥ? മഴ വിട്ടു നിൽക്കുന്ന സാഹചര്യമാണോ? റെഡ് അലർട്ടായിരുന്നു കഴിഞ്ഞ ദിവസമെങ്കിലും വലിയ മഴ പെയ്തില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ദുരന്തം എന്തായാലും ഇരട്ടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. ഇന്നത്തെ അവസ്ഥ എന്താണ്? രേണുക, പത്തനംതിട്ട ജില്ലയിലെ മഴയ്ക്ക് ശമനമുണ്ട്. കാരണം രാവിലെ മുതൽ വലിയ രീതിയിൽ മഴ മലയോര മേഖലയിൽ പെയ്യുന്നില്ലെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ജില്ലയിൽ നദിയിലെ, പമ്പാ നദിയിലെ, അച്ചൻകോവിൽ നദിയിലെയൊക്കെ ജലനിരപ്പ് നദിയിലെയും അതുപോലെ തന്നെ
ഈ അച്ചങ്കോൽ നദിയിലേക്ക് ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ച റാന്നിയിൽ പൂർണ്ണമായും വെള്ളം ഇറങ്ങിയ സ്ഥിതിയാണ്. പൂർവ്വസ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട് റാന്നി. അതുപോലെ തന്നെ ആറന്മുളയിലും കഴിഞ്ഞ 4 ദിവസമായി വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വെള്ളം ആറന്മുളയിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. അതേസമയം ഗ്രാമപ്രദേശങ്ങൾ, അത് ആറന്മുളയുടെ സമീപ പ്രദേശങ്ങളെ ഗ്രാമപ്രദേശങ്ങളൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഇതുവരെ മാറിയിട്ടില്ല. അവിടെ താമസിക്കുന്ന ആളുകൾ ഇപ്പോഴും ക്യാമ്പിൽ തന്നെ തുടരുകയാണ്. അവർക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഏറ്റവും കൂടുതൽ ദുരിതം ഈ 4-5 ദിവസമായി അനുഭവിക്കുന്ന ദുരിതം ഏറ്റവും കൂടുതലുള്ളത് തിരുവല്ല അപ്പർ കുട്ടനാട് മേഖലയിലാണ്. കുറ്റൂർ അടക്കമുള്ള മേഖലകളാണ്. അതുപോലെ തന്നെ അമ്പലപ്പുഴയിൽ നിന്ന് തിരുവല്ലയ്ക്ക് വരുന്ന റൂട്ടുകളിലെല്ലാം വെള്ളം കയറിയ സ്ഥിതിയുണ്ട്. വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇതുവരെ ഈ വലിയ കെട്ടിടങ്ങൾക്ക് താഴെയുള്ള വെള്ളം ഇതുവരെ ഇറങ്ങാത്ത ഒരു സാഹചര്യം തിരുവല്ലയിൽ അപ്പർ കുട്ടനാട് മേഖലയുണ്ട്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ക്യാമ്പുള്ളത്. മല്ലപ്പള്ളിയിലും തിരുവല്ലയിലുമായി വലിയ രീതിയിലുള്ള ആളുകൾ ഈ ക്യാമ്പുകളിൽ തന്നെയാണ് താമസിക്കുന്നത്. നേരത്തെ ക്യാമ്പുകളിലേക്ക് മാറാത്ത ആൾക്കാരെയും ഇപ്പോൾ പൂർണ്ണമായി ക്യാമ്പിലേക്ക് മാറ്റിയെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ സുരക്ഷിതമായ ഒരു രീതിയിലേക്കാണ് ഇവിടുത്തെ വെള്ളക്കെട്ട് കുറഞ്ഞിട്ടുണ്ടോ? പൂർണ്ണമായും ഏറ്റവും കൂടുതൽ വെള്ളം കയറിയ ഇടങ്ങളിലൊക്കെ ആ കുറവ് വന്നിട്ടുണ്ടോ? രേണുക, ആറന്മുളയിലും റാന്നിയിൽ പൂർണ്ണമായി വെള്ളക്കെട്ട് മാറിയ സ്ഥിതി തന്നെയാണ് ഉള്ളത്. ആറന്മുളയിൽ ചില ഭാഗങ്ങളിൽ മാത്രം, അതായത് അമ്പലത്തിനോട് അടുത്തുള്ള സത്രക്കടവടൊക്കെ വെള്ളം മാറിയ സ്ഥിതിയാണ്. പക്ഷെ അതേസമയം പന്തളം ചെങ്ങൻ റോഡിലേക്ക് ഒരു ചെറിയ വെള്ളക്കെട്ടുണ്ട്. അത് ആ പ്രദേശങ്ങളിൽ, അതായത് നീർവിളാകം അടക്കമുള്ള മേഖലയിൽ വെള്ളം കയറി കിടക്കുന്ന സാഹചര്യമാണുള്ളത്. അവിടെ നിരവധി കുടുംബങ്ങളുമുണ്ട്. പക്ഷെ ആ കുടുംബങ്ങളെല്ലാം ഇപ്പോൾ നിലവിൽ ക്യാമ്പിലാണുള്ളത്. അവരെ തിരിച്ച് ക്യാമ്പിൽ നിന്ന് ഇവിടെ വരാൻ ഇനി ദിവസങ്ങളെടുക്കും. കാരണം വെള്ളം ഇറങ്ങിയെങ്കിൽ മാത്രമേ അവർക്ക് തിരിച്ച് വീടുകളിലെത്താൻ കഴിയുള്ളൂ. അതേസമയം ഏറ്റവും കൂടുതൽ ദുരിതം അപ്പർ കുട്ടനാട് മേഖലയിലാണ്. അത് MC റോഡിൽ വെള്ളം കയറിയത് ഇറങ്ങാൻ വയ്യാത്ത ഒരു സാഹചര്യമുണ്ട്. അവിടെ പൂർണ്ണമായും മിക്ക വീടുകളും തിരുമൂലപുരം എന്ന സ്ഥലത്തെ വീടുകളിലാണ്. ഒരു 10-200 വീടുകൾ ഇപ്പോഴും വെള്ളത്തിന്റെ ഒരു വെള്ളക്കെട്ട് രൂക്ഷമാണ്. അവിടെ തിരിച്ച് ആ വീടുകളിൽ എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം തിരുമൂലപുരം ഭാഗത്ത് തിരുവല്ലയിൽ അപ്പർ കുട്ടനാട് മേഖലയിലുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഭൂരിഭാഗം ആളുകളെയും ക്യാമ്പുകളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. നേരത്തെ ക്യാമ്പുകളിൽ എത്താൻ മടി കാണിച്ചിരുന്ന ആളുകളെ കൂടി ഇതിന്റെ സ്ഥിതിഗതികൾ പറഞ്ഞു മനസ്സിലാക്കി അവരെ തിരിച്ച് വീണ്ടും ക്യാമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. എന്തായാലും 6, 7, 8 3 തീയതികളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ 10-ാം തീയതിക്കൊക്കെ ശേഷമായിരിക്കും, വെള്ളം പൂർണ്ണമായി ഇറങ്ങിയ ശേഷമായിരിക്കും ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾ തിരികെ വീടുകളിലേക്ക് പോകാൻ കഴിയുള്ളൂ. എന്തായാലും ഗതാഗതം പല സ്ഥലങ്ങളിലും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. വൈദ്യുതി ബന്ധവും നേരത്തെ വിച്ഛേദിക്കപ്പെട്ടിരുന്നു. ആ സ്ഥലങ്ങളിലൊക്കെ വൈദ്യുതിയും എത്തിക്കുന്ന നടപടികൾ പുരോഗമിച്ചു വരികയാണ്. എന്തായാലും ജില്ലാ ഭരണകൂടം എല്ലാ കാര്യങ്ങളിലും ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടും എല്ലാം സജ്ജമാണ്. ഏതെങ്കിലും തരത്തിൽ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അത് നേരിടുന്നതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പത്തനംതിട്ട ജില്ലയിൽ പൂർണ്ണമാണ്. ശരി, ശശിനാരായണനാണ് പത്തനംതിട്ടയിലെ സാഹചര്യങ്ങൾ വ്യക്തമാക്കിയത്. റാന്നിയിൽ വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിവായിട്ടുണ്ട്. ആറന്മുളയുടെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നുണ്ട്. എന്തായാലും വലിയ ജാഗ്രതയോടുകൂടി തന്നെ ജില്ല മുന്നോട്ട് പോവുകയാണ്. വരും ദിവസങ്ങളിലും മഴയുണ്ടാകും. 6, 7 തീയതികളിൽ, നാളെയും മറ്റന്നാളുമൊക്കെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പറയുന്നുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങളാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത്. ഇടുക്കി, കല്ലാർകുട്ടി, പാംബ്ല ഡാമുകൾ ഇപ്പോഴും തുറന്നിരിക്കുകയാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള നിയന്ത്രണവും ഇടുക്കിയിൽ തുടരുന്നുണ്ട്. മലയോര മേഖലയിലൂടെയുള്ള യാത്ര പരമാവധി അത്യാവശ്യങ്ങൾക്ക് മാത്രമാക്കണം എന്നതാണ് അധികൃതർ നിർദ്ദേശിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് 120.70 അടിയായി. ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് 2349.28 അടിയാണ്. പ്രിൻസ് P. ജെയിംസ് വിവരങ്ങളുമായി അവിടെ നിന്ന് ചേരുകയാണ്. പ്രിൻസ്, ഇടുക്കിയിൽ ഈ വൃഷ്ടിപ്രദേശങ്ങളിൽ കൂടുതൽ മഴ പെയ്യുന്നുണ്ട് എന്നതാണോ മനസ്സിലാക്കുന്നത്? ഡാമിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം അതിൻ്റെ സൂചനയാണോ? മറ്റിടങ്ങളിലൊക്കെ മഴ എങ്ങനെയാണ്? ശക്തമായ മഴയ്ക്കുള്ള സാധ്യത വരും ദിവസങ്ങളിൽ പ്രവചിക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ഉണ്ടോ ജില്ലയിൽ? രേണുക, ഇന്നു രാവിലെയൊക്കെ ജില്ലയിൽ പ്രത്യേകിച്ചും ഹൈറേഞ്ചിൽ ഒരു ശാന്തമായ അന്തരീക്ഷമാണ്. കനത്ത മഴ പെയ്യുന്ന സാഹചര്യമില്ല. കഴിഞ്ഞ ദിവസവും സമാനമായ സാഹചര്യമായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം മഴ ശക്തമാകുന്ന സാഹചര്യമുണ്ട്. ചില ഇടവിട്ട് ഒറ്റപ്പെട്ട മഴ അതിശക്തമാകുന്ന സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസവും ഇന്നലെയും അനുഭവപ്പെട്ടത്. ഇന്നും സമാനമായ രീതിയിലായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും രാത്രികാലങ്ങളിൽ മഴ ശക്തമാകുമായിരിക്കും. എങ്കിലും വലിയ ആശങ്ക ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ആദ്യ ദിവസം അതിശക്തമായ മഴ കേരളത്തിൽ പെയ്ത ആദ്യ ദിവസം ഇടുക്കിയിൽ, പ്രത്യേകിച്ചും ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖലയിൽ വലിയ ദുരന്തം സംഭവിച്ചിരുന്നു. നിരവധി ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു. 2 ജീവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം അടുത്തുള്ള ദിവസങ്ങളിൽ മഴ ശക്തമായി പെയ്യുന്നുണ്ടെങ്കിൽ പോലും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ജില്ലയിൽ നിലവിൽ ഇല്ല എന്ന് തന്നെയാണ്
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള സാഹചര്യമാണ് ജില്ലയിലുള്ളത്. ഈ വരും മണിക്കൂറുകളിലൊക്കെ അതിശക്തമായ ഒരു മഴ പെയ്തെങ്കിൽ മാത്രമേ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യമുള്ളൂ. എങ്കിലും ജാഗ്രത ജില്ലയിൽ തുടരുകയാണ്. നിലവിൽ പമ്പള, കല്ലാർകുട്ടി, ഒപ്പം മലങ്കര ഡാമിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. ഒപ്പം ചെറുകിട ഡാമായ ഇരട്ടയാറും ഇടുക്കി ഐവർ ഡാം കൂടിയായ ഇരട്ടയാറും റെഡ് അലർട്ട് നിരക്കിലാണ്. എന്നാൽ ഇരട്ടയാർ ഇപ്പോൾ തുറക്കേണ്ട ഒരു സാഹചര്യമില്ല. ഇടുക്കിയിലും മുല്ലപ്പെരിയാർ അടക്കമുള്ള പ്രധാന അണക്കെട്ടുകളിലും ജലനിരപ്പ് കൂടുന്നുണ്ട്. ഇടുക്കിയിലെ ജലനിരപ്പ് 2350 അടിയിലേക്ക് എത്തുന്നു. ഒപ്പം മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 120 അടി പിന്നിട്ടിരിക്കുന്നു. എങ്കിലും നിലവിൽ ഈ രണ്ട് അണക്കെട്ടിലും ആശങ്കജനകമായ ഒരു സാഹചര്യമില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വലിയ തോതിൽ വെള്ളം ഇപ്പോഴും കുറവാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണ ഈ സമയം 2370-80 അടിയിലൊക്കെ ജലനിരപ്പ് ഇടുക്കിയിലുണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വളരെ കുറവാണ്. നിലവിൽ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പെയ്യുന്ന കറുത്ത മഴയെ തുടർന്നുള്ള നീരൊഴുക്ക് മാത്രമാണ് അണക്കെട്ടുകളിലേക്ക് ഉള്ളത്. മൺസൂണിന്റെ തുടക്കത്തിൽ ജൂലൈ മാസങ്ങളിൽ കാര്യമായ മഴ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് പ്രധാന അണക്കെട്ടുകളിലൊന്നും ഇപ്പോഴും കാര്യമായ വെള്ളം ഇല്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിലത്തെ അവസ്ഥയിൽ കൃത്യമായൊരു മഴ ഇനിയും തുടർന്നായി, അതിശക്തമായ മഴയല്ല, കൃത്യമായ മൺസൂൺ കാലഘട്ടത്തിൽ ലഭിക്കുന്ന മഴ എനിക്ക് ഇല്ലാത്തത് വലിയ തോതിൽ ഇത്തരത്തിൽ അണക്കെട്ടുകളിലെ ജലനിരപ്പിൽ കുറവ് വരുത്താൻ ഇടയാക്കിയിട്ടുണ്ട്. ചെറുകിട അണക്കെട്ടുകൾ നിറയുന്നുണ്ടെങ്കിൽ പോലും പ്രധാന അണക്കെട്ടുകൾ, പ്രത്യേകിച്ചും ഇടുക്കിയിലെ ജലനിരപ്പ് കാര്യമായ തോതിൽ ഉയർന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ജില്ലയിൽ ജാഗ്രത തുടരുകയാണ്. വരും ദിവസങ്ങളിലൊക്കെ മഴ കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രികാല യാത്ര അടക്കമുള്ള കാര്യങ്ങളിൽ, പ്രത്യേകിച്ചും മലയോര മേഖലയിലേക്കുള്ള പാതകളിലൂടെയുള്ള രാത്രികാല യാത്രകളിലൊക്കെ ജാഗ്രത തുടരണമെന്ന് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്നുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യതകൾ കൂടുതലുള്ള അടിമാലി നേര്യമംഗലം ദേശീയപാതയിൽ ജാഗ്രതാ നിർദ്ദേശം തുടരണമെന്നും ഇപ്പോഴും അവിടെ രാത്രികാല യാത്രകളുടെ നിരോധനം തുടരുകയാണ്. ഒപ്പം മൂന്നാർ മേഖലയിലൊക്കെ മണ്ണിടിച്ചിൽ സാധ്യത വളരെയധികമാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം തുടരണമെന്നും ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്നുണ്ട്. രേണുക. ശരി, പ്രിൻസ് ആണ് ഇടുക്കിയിലെ സാഹചര്യങ്ങൾ വിശദീകരിച്ചത്. വയനാട് ശക്തമായ മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് അധികൃതർ നൽകുന്നത്. ചുരത്തിൽ മഴ ശക്തമായിരുന്നു. ഇതോടെ ഇതര സംസ്ഥാനത്തു നിന്നും ജില്ലയിലേക്ക് വരുന്ന വാഹനങ്ങൾക്കും മറ്റ് ഹെവി വാഹനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് നീലഗിരി ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടതായി ജില്ലാ കളക്ടർ അറിയിച്ചു. ജയരാജ് ബത്തേരിയുണ്ട് അവിടെ നിന്നും വിവരങ്ങളുമായി. ജയരാജ്, എന്താണ് ജില്ലയിലെ സാഹചര്യം? മഴ മാറി നിൽക്കുകയാണോ? ആശ്വാസമാണോ അത്? വരും ദിവസങ്ങളിൽ മഴ പെയ്യും ശക്തമായി എന്ന മുന്നറിയിപ്പുകളുണ്ട്. എന്തൊക്കെ ഒരുക്കങ്ങളാണ് ജില്ലയിലുള്ളത് ഈ ഘട്ടത്തിൽ? രേണുക, നിലവിൽ ഇന്ന് വയനാട് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ കാര്യമായ മഴ പെയ്യുന്നില്ല എന്നുള്ളൊരു ആശ്വാസമാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. രാവിലെ 1-2 ഇടങ്ങളിൽ ചെറിയ രീതിയിൽ മഴ പെയ്തിരുന്നു. പക്ഷെ അല്പനേരത്തിന് ശേഷം തന്നെ മഴ നിൽക്കുന്ന ഒരു അവസ്ഥയുമാണ് ഉണ്ടായത്. എന്തായാലും പറയത്തക്ക രീതിയിലുള്ള മഴ ഇന്ന് ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയാണ്. പ്രത്യേകിച്ച് വയനാട് ജില്ലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ 3 ചുരങ്ങൾ ആണ് പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് എടുക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മഴ പെയ്തത് വയനാട്ടിലെ പാൽച്ചുരം, അതുപോലെ തന്നെ കുറ്റ്യാടി ചുരം, അതുപോലെ തന്നെ താമരശ്ശേരി ചുരം ഭാഗങ്ങളിലാണ്. അപ്പൊ ഈ ഭാഗങ്ങളിലെല്ലാം മണ്ണ് ഇടിച്ചിലിനുള്ള ഒരു സാധ്യതയും നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അന്തർ സംസ്ഥാന വാഹനങ്ങൾക്കെല്ലാം ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കാരണം ചുരം റോഡ് എന്ന് പറയുന്നത് എപ്പോഴും മണിക്കൂറുകളോളം ബ്ലോക്കായി നിൽക്കുന്ന ഒരു റോഡാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വാഹനങ്ങൾ ഒരുപാട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇടുങ്ങി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ ഇത്തരത്തിലൊരു മഴ കൂടി വന്ന് ഇടിയുകയാണെങ്കിൽ വലിയ ദുരന്തമുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് മുൻകൂട്ടി തന്നെ ഇത്തരത്തിലുള്ള ഒരു ദുരന്ത നിവാരണ അതോറിറ്റി ഇത്തരത്തിലുള്ള ഒരു യാത്രകൾക്ക് നിയന്ത്രണവും അതുപോലെ തന്നെ ഈ സഞ്ചാരികൾക്കൊക്കെ ഉള്ള കൂടുതൽ വരവൊക്കെ നിയന്ത്രിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് മഴയില്ലെങ്കിലും വരും ദിവസങ്ങളിൽ, അതായത് 6, 7, 8, 9 തീയതികളിൽ ശക്തമായ മഴ പെയ്യുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു മുൻധാരണ എന്ന രീതിയിലാണ് ഈ എല്ലാ നിയന്ത്രണങ്ങളും ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതിലുപരിയായിട്ട് ഈ വയനാട്ടിലെ കാലാവസ്ഥ മെച്ചപ്പെടുന്നത് വരെ നിയന്ത്രണം തുടരാൻ പോലീസ് അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പുകൾക്കെല്ലാം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കർണാടക, തമിഴ്നാട് ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതലും വലിയ ഹെവി വാഹനങ്ങൾ വരുന്നത്. നീലഗിരി ജില്ലാ കളക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകിയതായിട്ടാണ് നമുക്കറിയുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം 10ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിച്ചിരുന്നത്. അതിൽ 112 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ക്യാമ്പുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് ജില്ലയിൽ 4 ക്യാമ്പുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അത് മാനന്തവാടി ഭാഗത്ത് 3, അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരി ഭാഗത്ത് 3 ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. ക്യാമ്പുകളിലുള്ള ആളുകളെല്ലാം വീട്ടിലേക്ക് മടങ്ങുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ മഴയുണ്ടാകും എന്നുള്ള ഒരു ജാഗ്രത തന്നെയാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു നിയന്ത്രണങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്.
അതുപോലെ തന്നെ മഴക്കാല രോഗങ്ങൾ തടയുന്നതിന് വേണ്ടി ആരോഗ്യ വിഭാഗത്തിന്റെ ഒരു കൺട്രോൾ റൂം ഇതോടൊപ്പം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതോടൊപ്പം തന്നെ നിയന്ത്രണങ്ങളോടൊപ്പം തന്നെ ശുചീകരണ പ്രവൃത്തികളും ഇപ്പോൾ വയനാട് ജില്ലയിൽ നടക്കുന്നുണ്ട്. എന്തായാലും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വയനാട് ജില്ല ഇപ്പോൾ ശാന്തമാണ്. പക്ഷേ വൈകുന്നേരം ആവുന്നതോടുകൂടി മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലൊരു കാലാവസ്ഥയാണ് വയനാട്ടിൽ ഉണ്ടാകാറ്. രേണുക. ശരി, ജയരാജ് ബത്തേരിയാണ് വയനാട്ടിൽ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. എന്തായാലും മഴ മുന്നറിയിപ്പുകൾ തുടരുകയാണ്. ജാഗ്രത വേണം. അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചു തന്നെ മുന്നോട്ട് പോകണം. വരും ദിവസങ്ങളിലും മഴ ശക്തമാകാനുള്ള സാധ്യതയും സാഹചര്യവും പ്രവചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് പാലിച്ചുകൊണ്ടുള്ള ഇടപെടലുകളാണ് വേണ്ടത്. രാത്രി യാത്രകൾ മലമ്പ്രദേശങ്ങളിൽ ഒഴിവാക്കണം, മലയോര മേഖലകളിൽ ഒഴിവാക്കണമെന്ന നിർദ്ദേശമുണ്ട്. വെള്ളത്തിൽ ഇറങ്ങുന്നതിന് നിയന്ത്രണമുണ്ട്. ഒപ്പം തന്നെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, അപകടകരമായ സ്ഥലങ്ങളിലുള്ളവ ഒഴിവാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നതൊക്കെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ചെയ്യാനുള്ളത്. എന്തായാലും വലിയ ജാഗ്രതയിൽ തന്നെയാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. മഴയ്ക്ക് അല്പം ശമനം വന്നതോടെ കോട്ടയവും ആശ്വാസത്തിലാണ്. പാല ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് മുന്നറിയിപ്പ് നിരക്കിന് താഴേക്ക് വെള്ളം ഇറങ്ങിയിരുന്നു. കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. എന്തായാലും കോട്ടയത്ത് ഒരല്പം ആശ്വാസമാണ്. ഇന്ന് രാവിലെയും കനത്ത മഴ പെയ്തു. പക്ഷേ ആ മഴയ്ക്ക് ഒരു ശമനം ഉണ്ടായിരിക്കുന്നു. പിന്നീട് ഏതാണ്ടൊരു 11:30-ക്ക് ശേഷം വെയിൽ തെളിയുന്ന സാഹചര്യമാണ്. കിഴക്കൻ മേഖലയിലും സമാനമാണ് സാഹചര്യമുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഐമനത്താണ്. ഐമനം പഞ്ചായത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളാണ്. കല്ലുങ്കത്ര പള്ളി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലൂടെയാണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇപ്പോഴും വെള്ളക്കെട്ടാണ്. ഇവിടെ ഈ കുറച്ച് ദിവസം കൂടി റോഡിൽ നിന്നൊക്കെ ഒരുപക്ഷെ പെട്ടെന്ന് വെള്ളം ഇറങ്ങിയേക്കാം. തൊട്ടടുത്ത് തോടുണ്ട്. ചേട്ടാ, വെള്ളം ഇറങ്ങാൻ തുടങ്ങി. എന്താ അവസ്ഥ? വീടുകളിൽ പക്ഷേ കുറച്ച് ദിവസം വീടുകളെല്ലാം കട്ടപ്പുറത്തൊക്കെ ഇപ്പം വെച്ചിരിക്കുക. സിമെന്റ് കട്ടയുടെയൊക്കെ പുറത്ത് ഫ്രിഡ്ജ്, മെത്തേക്കനെ കട്ടിലുകളെല്ലാം വെച്ചിരിക്കുക. കുറച്ച് ദിവസം കൂടെ ചിലപ്പോൾ ഉണ്ടാവും അല്ലേ? കുറച്ച് ദിവസം, ഒരു 3-4 ദിവസം പിടിക്കും. താഴെ കിഴക്കത്തെ പാലായിലൊക്കെ വെള്ളം ഇങ്ങോട്ടല്ലേ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ താഴ്ന്ന പ്രദേശത്ത് അവിടെ ഇരുത്തുമ്പോഴേക്കും ഇവിടെ വെള്ളം കൂടിക്കൊണ്ടിരിക്കും. കുറയുമെന്ന് പ്രതീക്ഷയിരിക്കുന്നു. എന്തായാലും അതാണ് അവരുടെയൊക്കെ ഒരു പ്രതീക്ഷ. ഈ അത്രയും താഴ്ന്ന പ്രദേശങ്ങളാണ്. ഒരുപക്ഷെ കോട്ടയത്തിൻ്റെ കിഴക്ക് നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം ഇങ്ങ് താഴെ ഇവിടെ വരെയൊക്കെ എപ്പോഴും ഇവിടുന്ന് പിന്നെ കായലിലേക്കാണ് മാറേണ്ടത്. അത് മാറാനൊരു താമസം ഉണ്ടാകാറുണ്ട്. തൊട്ടപ്പുറത്ത് തോടാണ് ഉള്ളത്. ആ തോട്ടിൽ നിന്നാണ് പുത്തൻതോട്, അവിടെ നിന്നാണ് വെള്ളം ഇവിടേക്ക് കയറുന്നത്. ഇത് ഐമനത്തെ മാത്രം കാഴ്ചയല്ല, കുമരകം, തിരുവാർപ്പ്, ആർപ്പൂക്കര പഞ്ചായത്തുകളുടെ ചില പ്രദേശം, അങ്ങനെ ഏതാണ്ട് അത്തരം മേഖലകളിലെല്ലാം തന്നെ സമാനമായ സ്ഥിതിയാണ് ഉള്ളത്. എന്തായാലും മഴ മാറി നിൽക്കുന്നു എന്നുള്ളത്, പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയിൽ പക്ഷേ ഇന്നലെയും ഈ കഴിഞ്ഞ രാത്രി മുതലും മഴയുണ്ടായിരുന്നു. തീക്കോയിലൊക്കെ 60 മില്ലിമീറ്റർ മഴ പെയ്യുന്ന സാഹചര്യമാണ്. പക്ഷേ വെള്ളം ഇറങ്ങി. പാലയിലൊക്കെ മുന്നറിയിപ്പ് നിരപ്പിന് താഴേക്ക് വന്നു. ഈ കോട്ടയത്തിൻ്റെ തൊട്ട് കിഴക്ക് ഇന്നലെയൊക്കെ നമ്മൾ ലൈവ് ചെയ്ത പേരൂരും അങ്ങനെയൊക്കെയുള്ള മേഖലകളിലൊക്കെ അപകട നിലയിൽ നിന്ന് താഴോട്ട് വെള്ളം എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ ഇതൊരു പൊതുവിതരണ കേന്ദ്രമാണ് സർക്കാരിൻ്റെ. ഇത്തരം കേന്ദ്രങ്ങളിലൊക്കെയും ഇതാണൊരു പ്രതിസന്ധി ഉള്ളത്. ഈ പടിഞ്ഞാറൻ മേഖല, അവിടെ ജനജീവിതം സ്വാഭാവിക നിലയിലാക്കാൻ ഇനിയും ദിവസങ്ങൾ എടുക്കും. തൊട്ടടുത്തുള്ള പാടവും ഒക്കെ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് കായലിലേക്ക് വെള്ളം വലിയണം, അവിടെ നിന്ന് കടലിലേക്കൊക്കെ പോകണം. അതിനുള്ള ഒരു സമയം എടുക്കും. റോഡിൽ നിന്നൊക്കെ വെള്ളം മാറും. പക്ഷേ വീടുകളിൽ, താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ 2-3 ദിവസം കൂടെയെങ്കിലും വെള്ളം തുടരാൻ തന്നെയാണ് സാധ്യത. എന്തായാലും കോട്ടയത്തെ സംബന്ധിച്ച് മഴ കുറഞ്ഞു എന്നുള്ളതൊരു ആശ്വാസമാണ്. കോഴിക്കോടും മഴയ്ക്ക് ശമനം വന്നെങ്കിലും മഴക്കെടുതി തുടരുകയാണ്. വെള്ളം ഇറങ്ങി തുടങ്ങിയതോടെ വീടുകളിലേക്ക് ആളുകൾ മടങ്ങി തുടങ്ങിയിട്ടുണ്ട്. ശുചീകരണ പ്രവർത്തനങ്ങളടക്കം പുരോഗമിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും മഴക്കെടുതി അല്ലെങ്കിൽ മഴയുമായി ബന്ധപ്പെട്ട ദുരിതങ്ങൾക്ക് മാറ്റമില്ലാതെ തുടർന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടങ്ങളും ഇപ്പോഴും വെള്ളത്തിലുള്ളൊരവസ്ഥയാണ്. ചേട്ടാ, എവിടെ വീട്? എങ്ങനെയുണ്ട് വെള്ളം? എങ്ങനെയുണ്ട് വെള്ളം? വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. ഇറങ്ങി പൂർണ്ണമായിട്ട് ഇറങ്ങിയോ? വീട്ടിൽ നിന്നൊക്കെ പൂർണ്ണമായോ? ക്ലീനിങ് ഒക്കെ കഴിഞ്ഞോ? അതോ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇത്തവണ ഇത്തിരി പെട്ടെന്ന് കയറുകയും ഇറങ്ങാൻ വളരെ താമസം വരികയും 2 ദിവസം പിടിച്ച്. അത് കോരപ്പയിൽ എന്തോ പാലത്തിന്റെ പണിക്ക് മണ്ണ് കുറെ ഇട്ടതുകൊണ്ടാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഈ സാധാരണ ഇത്ര പെട്ടെന്ന് അറിയാറില്ലെന്ന് തോന്നുന്നല്ലേ? കുറച്ച് സമയം എടുത്തൊക്കെ ആയിരുന്നു വെള്ളം വന്നുകൊണ്ടിരുന്നത്. അതെ അതെ. ഇറങ്ങാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. സാധാരണ വന്നാൽ അതുപോലെ അങ്ങ് ഇറങ്ങി പോയേനെ അല്ലേ? ഈ പുഴയുടെ ആഴം കുറഞ്ഞതും മണൽ വാരാത്തതും ഒക്കെ മരങ്ങളൊക്കെ ബ്ലോക്കായി കിടക്കുക.
അതാണ് പ്രശ്നങ്ങൾ. ആളുകൾ എന്തായാലും ഈ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായി ക്യാമ്പുകളിൽ നിന്നും മറ്റുമൊക്കെ പുറത്തേക്ക് ഇറങ്ങിയ ഒരു ദിവസമാണ്. അവർക്ക് പലയിടങ്ങളിലായി ബന്ധുവീടുകളിലും അല്ലെങ്കിൽ സമീപത്തെ അയൽവാസികളൊക്കെ ആയ ആളുകളുടെ വീടുകളിലും ഇരുനില വീടുകളുടെ മുകൾ നിലയിലുമൊക്കെ കഴിഞ്ഞ ആളുകളാണ്. ഒപ്പം ക്യാമ്പിൽ തന്നെ ജില്ലയിൽ 1000-ലധികം ആളുകളാണ് ഇപ്പോഴും തുടരുന്നത്. അവർ പലരും ആ വീടുകളിലേക്ക് എത്തി ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് എങ്കിൽ പോലും കുട്ടികളൊക്കെയായി ഇവിടേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യം. ഈ സാംക്രമിക രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളൊരു സമയം കൂടിയാണ്. ഈ പ്രളയം കഴിഞ്ഞ് ഈ മലിന ജലത്തിലുള്ള ഒരു ജീവിതം എന്തായാലും സാധാരണ നിലയിലേക്ക് ജനത്തിൻ്റെ ജീവിതം എത്താൻ വൈകും. വെറും ഒറ്റ രാത്രി കൊണ്ടാണ് ഈ മേഖലകളിലൊക്കെ വെള്ളം നിറഞ്ഞത്. പക്ഷേ അത് ഇറങ്ങിപ്പോകാൻ 2-3 ദിവസത്തിനട അധികം സമയമെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം വീടുകളിലേക്ക് താമസം മാറ്റാമെന്നാണ് പലരും കരുതുന്നത്. ചില ആളുകളൊക്കെ വീടുകളിലേക്ക് എത്തി നോക്കുന്നെങ്കിലും അവരുടെ വീടുകളിലെ വെള്ളം പൂർണ്ണമായി തീരാത്തതിനാൽ അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകാത്തതിനാൽ ക്ലീനിങ് നടക്കാതെ മടങ്ങിയ ആളുകളുമുണ്ട്. എന്തായാലും അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി നിൽക്കുന്നത്. ഇത്തരത്തിൽ കാലാവസ്ഥ നിന്നാൽ വീടുകളിലേക്ക് 1-2 ദിവസങ്ങളിൽ മാറി അവരുടെ ജീവിതം സാധാരണഗതിയിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആളുകൾ. തിങ്കളാഴ്ച മണ്ണിടിച്ചിലുണ്ടായ മലപ്പുറം പാണക്കാട് റോഡിലേക്ക് വീണ മണ്ണ് നീക്കം ചെയ്യൽ പൂർത്തിയാകുന്നു. ഇന്ന് വൈകുന്നേരത്തോടെ റോഡിന്റെ ഇരുഭാഗത്ത് നിന്നും മണ്ണ് നീക്കാനാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. എന്ന് ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്ന കാര്യത്തിൽ തീരുമാനം പിന്നീടുണ്ടാകുമെന്നുമാണ് അധികൃതർ പറയുന്നത്. CV അനുമോദിന്റെ റിപ്പോർട്ട് കാണാം. 2 ദിവസം മുമ്പ് മണ്ണിടിച്ചിലുണ്ടായ പാണക്കാട് എടായി പാലത്തിനടുത്തുള്ള ആ ഇടത്താണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നമുക്കിവിടെ കാണാൻ കഴിയും, അന്ന് ആ റോട്ടിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണിൽ ഭൂരിഭാഗവും ഇതിനോടകം തന്നെ ഇവിടെ നിന്ന് നീക്കം ചെയ്തു കഴിഞ്ഞ് ഇപ്പോഴും ആ പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 600 ലോഡിലേറെ മണ്ണ് ഇതിനകം തന്നെ ഇവിടെ നിന്നും ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനിയും ആ റോഡിൽ നിന്ന് റോഡിലേക്ക് വരാൻ സാധ്യതയുള്ള മണ്ണൊക്കെ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഉള്ള ഒരു കാര്യം, ആ മണ്ണ് ഈ ഒരു കാലാവസ്ഥ തുടരുകയാണെങ്കിൽ ഈ പ്രവർത്തികൾക്കൊന്നും വലിയ പ്രശ്നമുണ്ടാകില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ വീണ്ടും മഴ പെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മുകളിൽ തങ്ങി നിൽക്കുന്ന മണ്ണും മറ്റും താഴേക്ക് വരുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്, അതുകൊണ്ടാണ് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും അനുവദിച്ചിട്ടില്ല. ഗതാഗതം ഇപ്പോൾ ഈ വഴി അനുവദിച്ചിട്ടില്ല. അതിന് ആ സുരക്ഷ, അതായത് റോഡിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീഴില്ല, കല്ല് ഇടിഞ്ഞു വരില്ല എന്ന കാര്യം ഉറപ്പാക്കിയതിന് ശേഷമേ ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള അനുവാദം നൽകുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു പ്രവൃത്തി അത് കാലാവസ്ഥ അനുയോജ്യമാണെങ്കിൽ ഇന്നത്തോടെ പൂർത്തീകരിക്കാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. കാരണം ഇതിൽ മണ്ണ് വെള്ളവുമായിട്ട് ചേർന്ന് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാണ്. ആ ഒരു ഘട്ടത്തിൽ ഈ മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ളത് മഴ ഉണ്ടെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമായിരിക്കും തീർക്കുക. അപ്പോൾ മഴ മാറി നിന്നാൽ ഈ ഒരു അവസ്ഥയ്ക്ക് വലിയ മാറ്റമുണ്ടാകും. മണ്ണ് കുറെക്കൂടി വേഗത്തിൽ നീക്കം ചെയ്യുകയും ഈ പ്രദേശത്ത് വേറെ പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യും. ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെയും ട്രോമ കെയറിൻ്റെയും പോലീസിൻ്റെയൊക്കെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രവൃത്തി പുരോഗമിക്കുന്നത്. ഇതിപ്പോൾ എപ്പോഴേക്കാണ് പൂർത്തിയാക്കാനാകുക എന്നുള്ളതാണ് വിലയിരുത്തൽ. ഏകദേശം ഒരു വൈകുന്നേരം ആവും. കാരണം മണ്ണുകളൊക്കെ ലൂസാണ്. പരമാവധി സ്പീഡാക്കി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം 1 മണിക്കൂറോളം നിർത്തിവെച്ചു സ്കൂൾ ടൈം ആയതിൻ്റെ കാരണത്താൽ. വാഹനങ്ങൾ വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും ഗതാഗതം തുറന്നു കൊടുക്കണമെങ്കിൽ ഇത് പൂർത്തീകരിക്കണം. പൂർണ്ണമായും ഗതാഗതം തുറന്നു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇവിടെ കാണുന്ന മണ്ണും അതേപോലെ റോഡിൻ്റെ സൈഡ് ഭാഗവും ക്ലിയർ ആയതിനു ശേഷം മറ്റു വാഹനങ്ങൾ പോകുമ്പോൾ അപകടമില്ലാത്ത രീതിയിൽ വേണം ചെയ്യാനെന്നാണ്. മുകളിൽ നിന്ന് മണ്ണിടിയാനുള്ള സാധ്യതയുണ്ടോ? ഒന്നും പ്രതീക്ഷിതല്ല. അതായത് മഴ കൂടിക്കഴിഞ്ഞാൽ ഇടിയുന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. ആശങ്കയുള്ളത്, അതാണ് ആശങ്കയുള്ളത്. മാത്രമല്ല ഇത് കഴിഞ്ഞ് മഞ്ഞ് മാറ്റിയതിന് ശേഷം വാഹനം ഗതാഗതം പൂർണ്ണമായിട്ട് സ്ഥാപിക്കണമെങ്കിൽ നമുക്ക് പൂർണ്ണമായി മാറ്റണം. അതിനുശേഷം ജില്ലാ ഭരണകൂടം അപകടമില്ലാത്ത രീതിയിലാണോ? ഇതുവരെ നമുക്ക് കാഷ്വാലിറ്റികളൊന്നുമില്ല. ഇനി വരും സമയങ്ങളിലും അപകടമില്ലാത്ത രീതിയിൽ വേണം പൂർത്തീകരിക്കാൻ. എത്ര ലോഡ് നീങ്ങിയിട്ടുണ്ടോ മണ്ണ്? ഇന്നലെ നമ്മൾ ഏകദേശം 240ഓളം ലോഡുകൾ ഇന്നലെ നീങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ടോറസിൻ്റെയും അതേപോലെ തന്നെ ടിപ്പർ ലോറികളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ വലിയ വലിയ ടോറസ് ലോറികളാകുമ്പോൾ അത്രത്തോളം മണ്ണ് ഇവിടുന്ന് കയറ്റി പോകും. നമ്മൾ പ്രതീക്ഷത്തിലധികം മണ്ണുകൾ ഇവിടെ വന്ന് കുമിഞ്ഞു കൂടിയിട്ടുണ്ട്. അതാണ് ഒരു തടസ്സമാകുന്നത്. അതാണ് തടസ്സമാകുന്നത്. കാലാവസ്ഥ അനുയോജ്യമാണ്, സമാധാനം. ഇന്നത്തെ കാലാവസ്ഥ കുഴപ്പമില്ല, ഇതുവരെ കുഴപ്പമില്ല. പക്ഷെ ഇനിയുള്ളതൊന്നും പറയാൻ പറ്റൂല. ഇടയ്ക്ക് മഴയുടെ ഒരു സാധ്യത കാണുന്നുണ്ട്. അതെ,
തീർച്ചയായും കാലാവസ്ഥ അനുയോജ്യമാണെങ്കിൽ ഈ പ്രവൃത്തി വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാനാകുമെന്നാണ് ഫയർഫോഴ്സ് അധികൃതർ വ്യക്തമാക്കുന്നത്. കാരണം മഴ പെയ്യുകയാണെങ്കിൽ മുകളിൽ നിന്ന് എത്രമാത്രം മണ്ണ് വീണ്ടും ഒഴുകിയെത്തുമെന്ന് പറയാനാകില്ല. മാത്രമല്ല ഇത്രയും വേഗത്തിൽ ഈ മണ്ണ് ചളി വളരെ പശിമയുള്ള ചളി പിടിച്ച് കെട്ടിക്കിടക്കുന്ന മണ്ണാണ്. അത് ഈ യന്ത്രം വഴി മാറ്റുക എന്നുള്ളത് മഴ പെയ്തു കഴിഞ്ഞാൽ അത്ര എളുപ്പമാകില്ല. മാത്രമല്ല വീണ്ടും സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ അനുയോജ്യമാണെങ്കിൽ വളരെ വേഗത്തിൽ മണ്ണ് ക്ലിയർ ചെയ്യാൻ കഴിയും. ഒപ്പം ഈ വഴി വാഹനങ്ങൾ പൂർണ്ണമായിട്ടും ഗതാഗതത്തിന് തുറന്നു കൊടുക്കണമെങ്കിൽ അധികൃതർ ഇത് പരിശോധിച്ച് മുകളിൽ നിന്ന് മണ്ണ് ഇനി അപകടമുണ്ടാക്കുന്ന തരത്തിലേക്ക് എത്തില്ല. ഈ നിലവിൽ ഇവിടെ കൂടിക്കിടക്കുന്ന മണ്ണും ഈ മണ്ണൊക്കെ നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യം വേണം. അങ്ങനെ പൂർണ്ണമായും സുരക്ഷ ഉറപ്പാക്കിയ ശേഷമേ ഇതുവഴി ഗതാഗതം അനുവദിക്കുള്ളൂ. അതുപോലെ തന്നെ ഈ മേഖലയിലെ തുടർ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും വിശദമായ പരിശോധനകൾ വേണ്ടിവരും. കാരണം ഈ മലയുടെ ഒരു ഘടന അത് ഈ മണ്ണ് എടുത്തതിന് ശേഷം മാറിയിട്ടുണ്ട്. ഇപ്പോൾ മണ്ണിടിഞ്ഞതിന് ശേഷം കുറെ കൂടി ദുർബലമായ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മേഖലയിലെ എന്തെങ്കിലും തരത്തിലുള്ള പ്രവൃത്തി ഇവിടെ കൂടുതൽ അപകട സാധ്യത ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ ഉറപ്പാക്കിയ ശേഷമേ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അധികൃതർ തീരുമാനിക്കുകയുള്ളൂ. എന്തായാലും ആദ്യ പരിഗണന ഈ മേഖലയിലെ ഗതാഗതം പുനഃസ്ഥാപിക്കുക, ഈ മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നുള്ളതിനാണ് ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തികളാണ് പുരോഗമിക്കുന്നത്. കാലാവസ്ഥ അനുയോജ്യമാണ്. ഇപ്പോൾ ഇന്ന് മഴ രാവിലെ വലിയ തടസ്സമുണ്ടാക്കിയിട്ടില്ല. ഇതേ ഒരു സാഹചര്യമാണെങ്കിൽ വൈകുന്നേരത്തോടെ മണ്ണ് പൂർണ്ണമായി മാറ്റാനാകുമെന്ന പ്രതീക്ഷയാണ് അധികൃതർ പങ്കുവയ്ക്കുന്നത്. CB അനുമോദ്, ന്യൂസ് 18. പ്രളയസമയത്ത് സർക്കാർ രാഷ്ട്രീയ നാടകങ്ങൾ തുടരുന്നുവെന്ന് കോന്നി MLA KU ജനീഷ് കുമാർ. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ കോന്നിയിലെത്താൻ മുഖ്യമന്ത്രി തയ്യാറായില്ലെന്നും മുഖ്യമന്ത്രി യോഗത്തിന്റെ കാര്യം അറിയിച്ചില്ല എന്നും ജനീഷ് കുമാർ ആരോപിക്കുന്നു. ദുരന്തമുഖത്തെ രാഷ്ട്രീയ നാടകങ്ങൾ ഹീനമാണെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാം, പ്രളയമുണ്ടായി, നാട് ഇത്രയുമെല്ലാം ദുരന്തം അഭിമുഖീകരിച്ചു. ഒരുപാട് മാധ്യമ വിമർശനങ്ങൾക്കും ഒക്കെ ശേഷം ഇന്നലെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പത്തനംതിട്ട ജില്ലയിലെത്തി. അദ്ദേഹം പത്തനംതിട്ട ജില്ലയിലെത്തുമ്പോൾ സ്വാഭാവികമായും ജനപ്രതിനിധികളുടെ അഭിപ്രായം കേൾക്കാൻ തയ്യാറാകും എന്നാണ് ഞാൻ കരുതിയത്. അദ്ദേഹം ജില്ലയിലെ 4 MLA-മാരുടെ അഭിപ്രായങ്ങളും കേട്ടു. അവരെ വിളിച്ച് യോഗങ്ങൾ ചേർന്നു. റാന്നിയിലും അദ്ദേഹം സന്ദർശിച്ചു, ആറന്മുളയിലും അദ്ദേഹം സന്ദർശിച്ചു, തിരുവല്ലയിലും അദ്ദേഹം സന്ദർശിച്ചു. ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായ കോന്നി സന്ദർശിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതേസമയം ജനീഷ് കുമാർ MLA-യുടെ ആരോപണത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി വന്നു. ഏറ്റവും പ്രശ്നമുണ്ടായ ഇടങ്ങളിലാണ് താൻ പോയത്. അവലോകന യോഗത്തിന് MLA-മാരെ ക്ഷണിച്ചിരുന്നില്ല എന്നും MLA-മാരെ വിളിച്ചാൽ ഏകോപനത്തെ ബാധിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. ഞാൻ എല്ലാ സ്ഥലത്തും അതിന് പോയിട്ടില്ലല്ലോ. ഞാൻ ആറന്മുളയിലും ഏറ്റവും കൂടുതൽ രൂക്ഷമായ പ്രശ്നമുണ്ടായ ആറന്മുളയിലും അതുപോലെ റാന്നിയിലും ഏറ്റവും കൂടുതൽ ക്യാമ്പുകളുള്ള തിരുവല്ലയിലാണ് പോയത്. ഞാൻ കോന്നിയിലും പോയില്ല, അടൂരും പോയില്ല. അത് ഞങ്ങളെ MLA-മാരെ ക്ഷണിച്ചിരുന്നില്ല. ആ മീറ്റിങ്ങിൽ എല്ലാ ജില്ലാ കളക്ടറെയും ചാർജുള്ള മന്ത്രിയെയും അവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ, ഞാൻ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിക്കരുതെന്നോട് പറഞ്ഞു മീറ്റിംഗ്. കാരണം ഞാൻ പണ്ട് 2018 ഈ എറണാകുളത്തും തിരുവനന്തപുരത്തും മീറ്റിംഗ് നടക്കുമ്പോൾ താഴെയുള്ള ഉദ്യോഗസ്ഥരെ നമ്മൾ ഈ യോഗത്തിന് മന്ത്രിമാരും നേതാക്കന്മാരും എല്ലാവരും വരുമ്പോൾ മീറ്റിങ്ങിന് വിളിക്കുന്നതിന് എതിരായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. കാരണം അത് അവിടുത്തെ സിസ്റ്റത്തെ ബാധിക്കും. പത്തനംതിട്ടയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ മോണിറ്ററിംഗ് കാര്യക്ഷമമല്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. ശൌചാലയങ്ങൾ ഒരുക്കുന്നതിലടക്കം വീഴ്ചയുണ്ടായി. മുഖ്യമന്ത്രി ഇട്ടിയപ്പാറയിൽ എത്താതിരുന്നത് ശരിയായില്ല എന്നും CPM ജില്ലാ സെക്രട്ടറി കുറ്റപ്പെടുത്തി. ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ സന്ദർശനം ഈ ദുരന്തബാധിത യഥാർത്ഥ പ്രശ്നം റാന്നിയിൽ വരുമ്പോൾ അവിടെ ആദ്യം എത്തേണ്ടത് കോടാനുകോടികളുടെ നഷ്ടമുണ്ടായ ഇട്ടിയപ്പാറ ടൗണിലായിരുന്നു. കാരണം അതിൻ്റെ ഒരു നിവേദനത്തിലൂടെ അല്ല അത് മനസ്സിലാക്കേണ്ടത്, നേരിട്ടായിരുന്നു മനസ്സിലാക്കേണ്ടിയിരുന്നത്. ക്യാമ്പുകളിൽ പ്രധാനപ്പെട്ട ക്യാമ്പുകളിൽ ചെല്ലുമ്പോഴാണ് പ്രധാനപ്പെട്ട ഒരു ക്യാമ്പിലെങ്കിലും പങ്കെടുത്തിരുന്നെങ്കിൽ അവിടുത്തെ ദുരിതം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനും റവന്യൂ വകുപ്പും ചേർന്നാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട കടമ. ദുരിതാശ്വാസ ഫണ്ട് VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ എടുത്ത സമീപനം എന്താ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ പാടില്ല. ഞങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയോ? ഞങ്ങൾക്ക് ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ട്. ഒരു ഭൂരിപക്ഷം കിട്ടി, ജയിച്ചു, ഗവൺമെന്റ് ഉണ്ട്, അതൊക്കെ ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ ദേശദ്രോഹപരമായ പ്രസ്താവനകൾ മുമ്പ് നടത്തിയിരുന്നു.
ഹെലികോപ്റ്റർ യാത്രാ വിവാദത്തിൽ മലക്കം മറിഞ്ഞ മുഖ്യമന്ത്രി. തിങ്കളാഴ്ച കൊച്ചിയിൽ നിക്ഷേപകരെ കാണാനാണ് ഹെലികോപ്റ്റർ യാത്ര നടത്തിയതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇന്ന് കൊച്ചിയിൽ പോയതുകൊണ്ടാണ് അവിടെ നിക്ഷേപകരെ കണ്ടതെന്ന് വിശദീകരിച്ചു. ചിലരെ രഹസ്യമായും അല്ലാതെയും കാണേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ചിലർ കാണാൻ ഇവിടെയും വരും. അന്ന് കൊച്ചിയിൽ എത്തുന്നതുകൊണ്ടാണ് അവിടെ വെച്ച് കാണാൻ തീരുമാനിച്ചതെന്ന് വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉള്ളപ്പോഴും വിവാദങ്ങളിലാണ് മാധ്യമങ്ങൾക്ക് താൽപര്യമെന്നും വി ഡി സതീശൻ പറഞ്ഞു. എന്നാൽ ആരാണ് നിക്ഷേപകർ എന്നതിൽ വ്യക്തത വരുത്താൻ ഇന്നും മുഖ്യമന്ത്രി തയ്യാറായില്ല. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും അടിയന്തര സാഹചര്യം നേരിടുന്നതിനുമായാണ് കഴിഞ്ഞ സർക്കാർ പ്രതിമാസം 80 ലക്ഷത്തോളം രൂപ വാടകയ്ക്ക് ഹെലികോപ്റ്റർ എടുത്തത്. അന്നത്തെ പ്രതിപക്ഷം വലിയ വിമർശനം അതിൽ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ പ്രളയത്തിനിടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ സ്വകാര്യ ആവശ്യത്തിനായി തന്റെ ഭാര്യയുടെ പിതാവ് കൊച്ചിയിൽ ചികിത്സയിൽ കഴിയുന്നു, അവിടെ അദ്ദേഹത്തെ സന്ദർശിക്കാനായി യാത്ര ചെയ്തു എന്നത് വലിയ വിവാദമായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി ആ വിവാദങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട്, അത്തരം ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് കാണാമെന്നാണ് പറഞ്ഞത്. അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പോൾ അവർക്ക് അത്യാവശ്യമായി സൺഡേക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച്, അപ്പോൾ അതിനു മുമ്പ് അവരെ കാണണം. ഇതിലും വലിയ വിമർശനം പ്രതിപക്ഷം ഉയർത്തി. എന്തിനാണ് മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ ഇൻവെസ്റ്റർമാരെ കാണാൻ, നിക്ഷേപകരെ കാണാൻ കൊച്ചിയിലേക്ക് പോകുന്നത്? മുഖ്യമന്ത്രി ഉള്ളിടത്ത് അവർ വരേണ്ടതല്ലേ? ശരി, മുഖ്യമന്ത്രി യാത്രയിൽ ദുരൂഹതയുണ്ട് എന്ന ആരോപണം ശക്തമാക്കി. എന്തിനത്തെ രഹസ്യ യാത്ര എടുത്ത ചോദ്യമാണ് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം ഉന്നയിച്ചത്. അതിന് കൃത്യമായ മറുപടി നൽകാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹത്തോട് ആ കാര്യം വീണ്ടും ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു. അല്ല, രഹസ്യമായി ചിലരെ കാണേണ്ടി വരും, അല്ലാതെയും കാണേണ്ടി വരും. ചിലപ്പോൾ മുഖ്യമന്ത്രി ഇവിടെ വന്ന് കാണും. ഞാൻ അന്ന് വൈകുന്നേരം എറണാകുളത്തുള്ളതുകൊണ്ട് എറണാകുളത്ത് കാണാമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അവസ്ഥ. നിങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന ഗൗരവതരമായ പ്രശ്നങ്ങളുള്ളപ്പോൾ ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ വിവാദമാക്കാൻ താല്പര്യം. അതായത് ഒരു കാര്യം വ്യക്തമാണ്, ഈ യാത്രയിൽ ദുരൂഹത തുടരുന്നു. മുഖ്യമന്ത്രി ആദ്യം തിങ്കളാഴ്ച പറഞ്ഞത് ഇൻവെസ്റ്റേഴ്സിനെ കാണാൻ, നിക്ഷേപകരെ കാണാൻ വേണ്ടി മാത്രമാണ് അവിടേക്ക് പോയത്. അപ്പോൾ തന്റെ ബന്ധുവിനെ, ഭാര്യയുടെ പിതാവിനെ കൂടി കാണുകയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് മറുപടി അദ്ദേഹം പറഞ്ഞത് കൊച്ചിയിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു, അവിടെ പോയപ്പോൾ നിക്ഷേപകരെ കണ്ടു. വളരെ കൃത്യമായ വൈരുദ്ധ്യം ഇതിലുണ്ട്. മുഖ്യമന്ത്രി തിങ്കളാഴ്ച പറഞ്ഞതല്ല ഇന്ന് പറഞ്ഞത്. ഇനി എന്താണ് ഇതിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത നിലപാടെന്നാണ് അറിയേണ്ടത്. ഏതായാലും യാത്രയിൽ ദുരൂഹതയുണ്ടെന്ന പ്രതിപക്ഷ ആരോപണം ഒന്നുകൂടി കടുപ്പിക്കാൻ ഉതകുന്ന മറുപടിയാണ് വി ഡി സതീശനിൽ നിന്ന് ഇന്നുണ്ടായത്. പുനർജനി പദ്ധതിയിലും വിശദീകരണവുമായി മുഖ്യമന്ത്രി. 2 വിജിലൻസ് ഡയറക്ടർമാർ തനിക്ക് ക്ലീൻ ചിറ്റ് നൽകി. തനിക്കെതിരെ തെളിവില്ലെന്ന് അവർ റിപ്പോർട്ട് നൽകി. ഹൈക്കോടതിയും ഹർജികൾ തള്ളിയിരുന്നു. പുനർജനി കേസ് വന്നപ്പോൾ രാഷ്ട്രീയ വേട്ടയാടലാണെന്ന് പറഞ്ഞിട്ടില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. വിജിലൻസ് അന്വേഷണം നടത്തി. എൻ്റെ ആവശ്യമായിരുന്നു, ഞാൻ നിയമസഭയിൽ ആവശ്യപ്പെട്ട് അന്വേഷണം നടത്തിയിട്ട് ഒരു തരത്തിലുള്ള ക്രമക്കേടും നടന്നിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് പ്രാഥമിക അന്വേഷണം നടത്തി വിജിലൻസ് ഗവൺമെൻറ് കൊടുത്തു. അന്ന് അത് അംഗീകരിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു പരാതി ആയിട്ട് ഒരാൾ ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചിൽ പോയി. സിംഗിൾ ബെഞ്ച് പരാതി തള്ളി. രണ്ടാമത് അതിന് അപ്പീലായിട്ട് ഡിവിഷൻ ബെഞ്ചിൽ പോയി ഹൈക്കോടതി. അത് ആ ഡിവിഷൻ ബെഞ്ച് തള്ളി. കേട്ടോളാം. പിന്നീടാണ് ഞാൻ പ്രതിപക്ഷ നേതാവായി വരുന്നത്. പ്രതിപക്ഷ നേതാവായി വരുമ്പോഴാണ് 2023 നേരത്തെ അന്വേഷിച്ച് തള്ളിയ കേസ് ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോൾ വീണ്ടും ഒരു പരാതി വാങ്ങി വീണ്ടും അന്വേഷണം ആരംഭിച്ചു. ഞാൻ അന്ന് ഒരിക്കലും ഇത് രാഷ്ട്രീയ വേട്ടയാടലാണെന്ന് ഞാൻ പറയില്ല. ഒരു ആരോപണം വന്നതാണ് എന്നായിരുന്നു എൻ്റെ വാക്ക്. എല്ലാവരും പറയും ഇത് രാഷ്ട്രീയമായി വേട്ടയാടുകയാണെന്ന് എല്ലാവരും പറയും. രാഷ്ട്രീയം ഞാൻ പറഞ്ഞു അന്ന് ഇത് രാഷ്ട്രീയമായിട്ടല്ല, ഒരു ആരോപണം വന്ന് ഞാൻ തന്നെ പറഞ്ഞു അന്വേഷിക്കാൻ. അതേസമയം പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയെ വെള്ളപൂശിയത് അസാധാരണ സംഭവമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഹൈക്കോടതിയിൽ ഇപ്പോഴും കേസ് നിലനിൽക്കുന്നു. അപ്പോഴാണ് എല്ലാ കേസും അവസാനിച്ചു എന്ന് പറഞ്ഞതെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണല്ലോ. മുഖ്യമന്ത്രിയെ വെള്ളപൂശി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇത് സാധാരണ രീതിയിൽ ഉണ്ടാവുന്ന ഒരു സംഭവമല്ല. സാധാരണ വിജിലൻസ് അന്വേഷണം നടന്നു, അതിന്റെ റിപ്പോർട്ട് ഗവൺമെന്റിന് കൊടുത്തു. ഗവൺമെന്റ് ആ റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും കൊടുക്കുമ്പോഴേക്ക് തന്നെ വാർത്ത വരും, പത്രത്തിലൊക്കെ വാർത്ത വരും, ചാനലിലൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കും. സ്വാഭാവികമായിട്ടും അങ്ങനെയൊരു സാഹചര്യം വരുമ്പോൾ
ഒന്നുകിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ വകുപ്പ് മന്ത്രി ഈ കാര്യം സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തും. ഇതാണ് സാധാരണയുള്ള നില. എന്നാൽ ഈ റിപ്പോർട്ട് കിട്ടിയ അന്ന് തന്നെ മുഖ്യമന്ത്രിയെ കുറ്റവിമുക്തനായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു മന്ത്രി രമേശ് ചെന്നിത്തല പരസ്യമായി മുഖ്യമന്ത്രിയുടെ നേരെയുള്ള വിജിലൻസ് അന്വേഷണത്തിൽ കഴമ്പില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിന്റെ വിശദീകരണത്തിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി സാധാരണ പറയുന്ന പോലെ തന്നെ കളവ് പറഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസും നിലവിലില്ല, എല്ലാ കേസും അവസാനിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഹൈക്കോടതിയിൽ കേസുണ്ട്. വിജിലൻസ് കേസ് മാത്രമേ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതങ്ങനെ അവസാനിപ്പിക്കാനാവുന്നതാണോ എന്ന ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടത്. ആ കേസ് അങ്ങനെ വിവാദ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് മന്ത്രി CP ജോൺ. പ്രിയദർശിനിയെക്കുറിച്ചുള്ള പരാമർശത്തിൽ ആരെയും അടച്ചാക്ഷേപിക്കാൻ ഉദ്ദേശിച്ചില്ല. സ്ത്രീകളെക്കുറിച്ചുള്ള പരാമർശം പാടില്ലായിരുന്നു. സ്ത്രീകളോട് വിവേചനമില്ല. തനിക്ക് ഈഗോയില്ല. പറയുമ്പോൾ ശ്രദ്ധിക്കണമായിരുന്നു. പ്രിയദർശിനി ഔദാര്യമല്ല, സ്ത്രീകളുടെ അവകാശമാണ്. പ്രിയദർശിനി UDFന്റെ അഭിമാന പദ്ധതിയാണെന്നും അത് തുടരുമെന്നും മന്ത്രി പറഞ്ഞു. അങ്ങനെ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഔപചാരികമായിട്ട് പറയുന്നു, ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ആ സ്ത്രീകളോട് ഒരു തരത്തിലുള്ള വിവേചനവും ഇല്ലാതെയാണല്ലോ നമ്മൾ പെരുമാറുന്നത്. എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ, പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ വയസ്സുള്ള കൂടിയവരെന്നോ ഒന്നുമുള്ള വിവേചനങ്ങളില്ല. കൃത്യമായി ഏതൊരു സ്ത്രീക്കും പ്രിയദർശിനിയിൽ പോകാനുള്ള അവകാശമുണ്ട്. അത് അവരുടെ അവകാശമാണ്. അവകാശമാണെന്ന് ഞാൻ മാധ്യമങ്ങളെല്ലാം നോക്കി. തീർച്ചയായിട്ടും അവരുടെ അവകാശമാണ്. ആരുടെ ഔദാര്യമല്ല, എൻ്റെ ഔദാര്യമല്ല, ഗവൺമെൻറ് ഔദാര്യമല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ധാരണകളും ഐക്യജനാധിപത്യ മുന്നണിക്കില്ല. പ്രിയദർശിനി എന്ന സ്കീം അത് ഈ ഗവൺമെൻറ്റിൻ്റെ ശിശുവാണ്. അതിനെ ഞങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. പിന്നെ ഞാൻ ഇന്നലെ ഒത്തിരി കാഷ്വലായിട്ടാണ് പറഞ്ഞത്. പത്രങ്ങളൊന്നും ഇല്ലാത്തൊരു ചെറിയൊരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് സമ്മേളനം പോലൊരു മീറ്റിംഗ് ആയിരുന്നു. അവിടെ പറഞ്ഞപ്പോൾ ഞാൻ പറയേണ്ടാതിരുന്ന ചില വാക്കുകൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ. അത് ആർക്കെങ്കിലും ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. അതിലെനിക്ക് യാതൊരു ഈഗോയും ഇല്ല. അങ്ങനെ ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു, അത് ശ്രദ്ധിക്കണമായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ അങ്ങനെ ഒരു വിമർശനം വന്നതിലോ അല്ലെങ്കിൽ പ്രതിഷേധം വന്നതിലോ ഒന്നും ഒരു ഈഗോ, എന്താ പറയുക, അങ്ങനത്തെ ഒരു ഈഗോ എനിക്കില്ല. ഒരു ഫോൾസ് ഈഗോ ഇല്ല. അപ്പം അതുകൊണ്ട് ഒരു മന്ത്രി എന്ന രീതിയിൽ ഒരുപാട് പ്രിവിലേജുകൾ എല്ലാ മന്ത്രിമാർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ക്രിറ്റിസിസത്തിൻ്റെ ഒരു സ്പേസും ഉണ്ട്. അവരതിൽ അത് ഉൾക്കൊള്ളേ പറ്റുള്ളൂ. പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട CP ജോണിന്റെ പരാമർശം ഇനി വിവാദമാക്കേണ്ട കാര്യമില്ല എന്ന മുഖ്യമന്ത്രി. മന്ത്രി തന്നെ അതിൽ ഖേദം പ്രകടിപ്പിച്ചുവെന്നും VD സതീശൻ പറഞ്ഞു. ഞാനത് മന്ത്രി അതിനെക്കുറിച്ച് വിശദീകരണം നൽകി. അദ്ദേഹം തെറ്റുപറ്റിയതിൽ ഖേദവും പ്രകടിപ്പിച്ചു. ഇനി അത് വിവാദമാക്കേണ്ട ആവശ്യമില്ല. കാസർഗോഡ് 16-കാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി സ്നേഹ മെർലിൻ അറസ്റ്റിൽ. പയ്യന്നൂർ മാത്തിലയിലെ ഒളിവ് കേന്ദ്രത്തിൽ നിന്നാണ് മേൽപ്പറമ്പ് പോലീസ് സ്നേഹയെ പിടികൂടിയത്. സ്നേഹയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്യുന്ന 4ാമത്തെ പോക്സോ കേസാണ് മേൽപ്പറമ്പിലേത്. KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, എന്തൊക്കെയാണ് കേസുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? രേണുക, പോക്സോ കേസിലെ സ്ഥിരം കുറ്റവാളിയായ സ്നേഹ ഒടുവിൽ പിടിയിലായിരിക്കുന്നു. അതായത് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 16 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് ഇപ്പോൾ സ്നേഹ മെർലിൻ പിടിയിലായിരിക്കുന്നത്. അത് 53 ദിവസത്തിന് ശേഷമാണ് സ്നേഹ മെർലിനെ പിടികൂടുന്നത് എന്നതും ഏറ്റവും പ്രധാനമാണ്. അതായത് ജൂൺ 13-നാണ് സ്നേഹ മെർലിനെതിരെ ഇത്തരത്തിൽ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ 16 വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്ന കേസിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നീട് സ്നേഹ ഒളിവിൽ പോവുകയായിരുന്നു. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പയ്യന്നൂരിലെ മാത്തിൽ ഒരു ബന്ധു വീട്ടിൽ ഒളിവിൽ കഴിയവെയാണ് ഇപ്പോൾ സ്നേഹ മെർലിനെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. എന്തായാലും രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്നേഹ മെർലിനെതിരെ
4 പോക്സോ കേസുകളാണ് ഇതിനോടകം ഇപ്പോൾ വന്നിട്ടുള്ളത്. നേരത്തെ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ, അതായത് 2025 ഫെബ്രുവരി മാസമാണ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നീട് ജയിലിലാകുന്നു. ജയിലിൽ നിന്നും ഇതേ പെൺകുട്ടിയുടെ 15 വയസ്സുള്ള സഹോദരനെയും പീഡിപ്പിച്ചു എന്ന വെളിപ്പെടുത്തലുണ്ടാകുന്നു. തുടർന്ന് ആ കേസിലും പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അതിനുശേഷം പിന്നീട് തളിപ്പറമ്പ് മറ്റൊരു ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലും സ്നേഹ മെർലിൻ പ്രതിയാകുന്നു. അങ്ങനെ 4ാമത്തെ കേസാണ് തളിപ്പറമ്പിലേത്. ഇത്രയും ദിവസം 53 ദിവസത്തോളം സ്നേഹ മെർലിനെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ സ്നേഹ മെർലിൻ അറസ്റ്റിലായിരിക്കുന്നു. അതുപോലെ തന്നെ CPI നേതാവ് പയ്യന്നൂർ മുരളി കോമോത്തിനെ ആക്രമിച്ച കേസിലും സ്നേഹ മെർലിൻ പ്രതിയാണ്. എന്തായാലും ഇപ്പോൾ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ സ്നേഹ മെർലിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ ഇത്തരത്തിൽ ഒളിവിൽ പോകാൻ സഹായിച്ചവർ ഉൾപ്പെടെ അവർക്കെതിരെ ഉൾപ്പെടെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ മൊബൈൽ ഫോൺ ഉൾപ്പെടെ നൽകി പ്രലോഭിപ്പിച്ചാണ് ഇത്തരത്തിൽ പീഡനത്തിന് ഇരയാക്കിയത്. പെൺകുട്ടിയുടെ അമ്മ ജയിലിലുണ്ടായിരുന്നു. ആ സമയത്തുള്ള ആ പരിചയത്തിന്റെ പേരിലാണ് 1 വർഷത്തോളം ഈ പെൺകുട്ടിയുടെ വീട്ടിൽ സ്നേഹ മെർലിൻ താമസിച്ച് ഈ കുട്ടിയെ പീഡിപ്പിച്ചത്. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. സ്നേഹ മെർലിനെ ഇപ്പോൾ പോലീസ് കൂടുതലും ചോദ്യം ചെയ്തു വരികയാണ്. രേണുക. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ഉത്തർപ്രദേശിന് പിന്നാലെ പശ്ചിമ ബംഗാളിലെ മോസ്കുകളിൽ നിന്ന് കോളാമ്പി സ്പീക്കറുകൾ നീക്കം ചെയ്തു. ദേവാലയങ്ങളിൽ നിന്ന് അമിത ശബ്ദമുണ്ടാക്കുന്ന സ്പീക്കറുകൾ നീക്കം ചെയ്യണമെന്ന സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പകൽ സമയം 55 ഡെസിബലും രാത്രി 45 ഡെസിബലുമാണ് അനുവദിച്ചിരിക്കുന്ന ശബ്ദപരിധി. പള്ളികളിൽ നിന്നുള്ള ബാങ്ക് വിളി ഇതിലും ഉയർന്ന ഡെസിബൽ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലെ കോളാമ്പി സ്പീക്കറുകളാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. സുപ്രീംകോടതി ഉത്തരവ് നടപ്പാക്കുമെന്ന് അധികാരത്തിലെത്തിയപ്പോൾ തന്നെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറഞ്ഞിരുന്നു. ഇത് സംബന്ധിച്ച് പോലീസിന് നിർദ്ദേശവും നൽകി. പോലീസ് ഇടപെട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗാളിലെ മോസ്കുകളിൽ നിന്ന് കോളാമ്പി സ്പീക്കറുകൾ നീക്കിയത്. മാസങ്ങൾക്ക് മുൻപ് തന്നെ ഉത്തർപ്രദേശിലെ മോസ്കുകളിൽ നിന്ന് കോളാമ്പി സ്പീക്കറുകൾ നീക്കിയിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുമെന്ന് ബജറ്റിൽ തമിഴ്നാട് സർക്കാർ. ധനമന്ത്രി എൻ മരിയ വിൽസനാണ് ഇക്കാര്യം നിയമസഭയിൽ വ്യക്തമാക്കിയത്. ഇതോടൊപ്പം കാവേരി നദിയിൽ നിന്ന് തമിഴ്നാടിന് അവകാശപ്പെട്ട ജലം ഉറപ്പാക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി അറിയിച്ചു. നവവധുവിന് 1 പവൻ സ്വർണ്ണ നാണയവും സിൽക്ക് സാരിയും 5 ലക്ഷം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് AI പരിശീലനം അടക്കം ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി തമിഴകത്ത് വിജയ് സർക്കാരിന്റെ ആദ്യ ബജറ്റ്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ +1 വിദ്യാർത്ഥികൾക്ക് പുതിയ സൈക്കിളിനൊപ്പം ഹെൽമറ്റും വാട്ടർ ബോട്ടിലുമാണ് വാഗ്ദാനം. പൊതുവിദ്യാഭ്യാസത്തിന് 44,527 കോടി അനുവദിച്ചു. ടെൻഡർ നടപടികൾ സുതാര്യമാക്കുമെന്നാണ് മറ്റൊരു പ്രഖ്യാപനം. பெண்களின் திருமணம் நாளில் நமது அரசின் சார்பாக 8 கிராம் தங்க நாணயமும் ஒரு பட்டு புடவையும் அண்ணனின் சீராக வழங்க இருக்கிறார். இத்திட்டத்தினை செயல்படுத்த திருத்த வரவு செல்ல திட்ட மதிப்பீடுகளில் 812 കോടി രൂപ നിധി ഒതുക്കീട് ചെയ്യപ്പെടുகிறது. കർഷകരെ ഭൂ ഉടമകളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന മണ്ണിൻ മകൾ പദ്ധതിയിൽ സ്ത്രീകൾക്ക് മുൻഗണന നൽകുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. തിരുവനന്തപുരവും അമേരിക്കയിലെ മിസോറി സിറ്റിയുമായി സഹോദര നഗര ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള പ്രാഥമിക ചർച്ചകൾക്ക് തുടക്കമായി. തിരുവനന്തപുരം മേയർ VV രാജേഷും മിസോറി സിറ്റി മേയർ റോബിൻ ഇലക്കാട്ടും ഇത് സംബന്ധിച്ച് ചർച്ച നടത്തി. ഇരു നഗരങ്ങളുടെയും വികസനത്തിനും ജനക്ഷേമത്തിനും സഹായകമായ വിവിധ സഹകരണ സാധ്യതകളാണ് കൂടിക്കാഴ്ചയിൽ ചർച്ചയായത്. നഗരവികസനം, സാങ്കേതികവിദ്യ, പൊതുസേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ, സ്മാർട്ട് സിറ്റി ആശയങ്ങൾ, നിക്ഷേപ അവസരങ്ങൾ തുടങ്ങിയ മേഖലകളിൽ പരസ്പര സഹകരണം വികസിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. മിസോറി സിറ്റി അമേരിക്കയിലെ പ്രവാസി മലയാളികളുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ്.